ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ നേതാക്കന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അവനിഷ്ടപ്പെടുന്ന അവൻ്റെ മലക്കുകളുടെ സാന്നിധ്യം കൊണ്ട് അവൻ്റെ കാരുണ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട സദസ്സിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അവൻ്റെ ഈ അനുഗ്രഹം അള്ളാഹു നമുക്ക് ജീവിതത്തിൻ്റെ അന്ത്യം വരെ അവൻ്റെ കാരുണ്യത്തിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന ആദർശ പ്രസ്ഥാനം കേരളത്തിൽ ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി കൊണ്ടാണ് എടവണ്ണ എന്ന ഈ ശാഖയിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിക്കപ്പെട്ടതും ഈ പ്രോഗ്രാമിൽ നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. പവിത്രമാണ് ബന്ധങ്ങൾ, പരിശുദ്ധമാണ് കുടുംബം എന്ന് പറയുന്ന ഈ ക്യാപ്ഷൻ കുടുംബത്തിൻ്റെ ബന്ധങ്ങളുടെ പവിത്രതയെ ആളുകളെ ബോധ്യപ്പെടുത്താനും അതിൻ്റെ പരിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുന്ന രൂപത്തിൽ നമ്മുടെ കുടുംബങ്ങളെ പരിപാലിക്കുവാനുമുള്ള കൃത്യമായ നിർദ്ദേശമാണ് ഈ ക്യാമ്പയിൻ നമുക്ക് നൽകുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതീവ ഗൗരവമുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ബഹുമാന്യനായ സക്കരിയ സ്വലാഹി ഇവിടെ സംസാരിച്ച ഫിലസ്തീനും ഗസയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിരൂക്ഷമായ രൂപത്തിൽ, അതിതീവ്രമായ രൂപത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ റഷ്യ, ഉക്രൈൻ എന്ന് പറയുന്ന രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, സുഡാൻ അടക്കമുള്ള നാടുകളിൽ മനുഷ്യന്മാരുടെ ജീവൻ അപഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ നാട് നേരിട്ട് കൊണ്ടിരിക്കുന്ന വലിയ വെല്ലുവിളി ഏതാണെന്ന് ചോദിച്ചാൽ മത, കക്ഷി വിഭാഗമന്യേ എല്ലാവരും ഉയർത്തി കാണിച്ചു കൊണ്ടിരിക്കുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിൽക്കുന്നതിനിടയിൽ എന്തിനെ മുജാഹിദ് പ്രസ്ഥാനം ബന്ധങ്ങളെക്കുറിച്ച് പറയുന്നു, ബന്ധങ്ങളുടെ പവിത്രതയെക്കുറിച്ച് പറയുന്നു, കുടുംബ ബന്ധത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇത്തരം ഒരു സന്ദർഭത്തിൽ സംസാരിക്കുന്നു എന്ന് ഒരു പക്ഷേ ചിലർക്കെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാകാം. അവിടെയാണ് നമ്മൾ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ നാട് നേരിട്ട് കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനം കിടക്കുന്നത്, അതിൻ്റെ വേര് കിടക്കുന്നത് കുടുംബവുമായി ബന്ധപ്പെട്ടതാണ്, ബന്ധങ്ങളുമായി ചേർന്ന് കിടക്കുന്നതാണ്.
ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു സംഭവം പറയാം. നമ്മുടെ നാടും നമ്മുടെ പുതിയ തലമുറയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദിശ അതീവ ഗൗരവകരമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവം. 2 വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് സർവകലാശാലയുടെ സമീപത്തേക്ക്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സമീപത്തേക്ക് ചില ചെറുപ്പക്കാരായ കുട്ടികൾ കടന്നു വരികയാണ്. ക്യാമ്പസിൽ വിദ്യ അഭ്യസിക്കുന്ന കുട്ടികളല്ല. ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് ചില വിഷയങ്ങളിലുള്ള അവരുടെ നിലപാടുകൾ ചോദിച്ചറിയാൻ വേണ്ടി വരുന്ന ആധുനിക ചിന്ത പേറുന്ന, ലിബറലിസം തലക്ക് പിടിച്ച, ആധുനികതയുടെ പേരിൽ അഴകിപ്പൊളിച്ച, സാംസ്കാരിക ഏറെ പിന്നോക്കം നിൽക്കുന്ന ആശയങ്ങളെ പുരോഗമനമായി വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് കടന്നു വരുന്നത്. ഒരു മടിയും കൂടാതെ, ഒരറപ്പും കൂടാതെ തങ്ങളുടെ മുന്നിലേക്ക്, തങ്ങളുടെ കലാലയങ്ങളിൽ നിന്ന് പഠനം കഴിഞ്ഞ് വരുന്ന കുട്ടികളുടെ മുമ്പിലേക്ക് മൈക്ക് നീട്ടിപ്പിടിച്ച് ക്യാമറ കണ്ണുകൾ സൂം ചെയ്ത് അവരൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം കേരള സമൂഹത്തിന് ഒട്ടുമേ സഹിക്കാൻ കഴിയുന്ന ഒരു ചോദ്യമല്ല. കേരളത്തിലെ കക്ഷി മത വ്യത്യാസമന്നെ ഒരു മതസ്ഥരും അംഗീകരിക്കുന്ന ഒരാശയമോ ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു വിഷയമാണ് യാതൊരു മടിയും കൂടാതെ, അറപ്പും കൂടാതെ ഇവർ ചോദിച്ചത്. അവർ ചോദിച്ച ചോദ്യത്തെ പരമാവധി അതിൻ്റെ കട്ടി കുറച്ച് പറഞ്ഞാൽ പോലും അത് കേൾക്കുന്നത് നമുക്ക് അരോചകമാണ്. അവർ ചോദിച്ചു, നിങ്ങളുടെ അച്ഛന്മാരും അമ്മമാരും വിവാഹിതരാണ്, പരസ്പരം വിവാഹിതരാണ്. ആ വിവാഹം ആൺകുട്ടികളും അമ്മമാരും തമ്മിലാണെങ്കിൽ, അച്ഛന്മാരും അവർ ജന്മം നൽകിയ പെൺമക്കളും തമ്മിലാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നാണ് ചോദിച്ചത്. ഈ ചോദ്യം ഒട്ടും നമുക്ക് ദഹിക്കുന്ന, നാം ചിന്തിക്കാൻ പോലും ഇഷ്ടപ്പെടുന്ന ഒന്നല്ല. അത് ചോദിക്കാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും തീവ്രതയിൽ ആ കുട്ടികളോട് ചോദിച്ചപ്പോൾ, ചോദ്യം നേരിട്ട് കേട്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയ 6ഓളം കുട്ടികളിൽ ബഹുഭൂരിഭാഗവും 5ഓ 6ഉം, ആ 6 കുട്ടികളിൽ 5 കുട്ടികളും നൽകിയ മറുപടി അതിനെന്തേ കുഴപ്പമെന്നാണ്. ആലോചിച്ച് നോക്കണം അതിൻ്റെ ഗൗരവം എന്താ. ചില കുട്ടികൾ പറഞ്ഞു, നമ്മുടെ നാടിന് പരിചയമില്ലാത്ത, നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണ് എന്നുള്ളത് സത്യമാണ്. യൂറോപ്യൻ നാടുകളും അമേരിക്കൻ ഐക്യനാടുകളിലും ഇത് സുലഭമാണ്. ഇത് കുറച്ച് കാലം കഴിയുമ്പോൾ, നമ്മുടെ നാട് പുരോഗമിക്കുമ്പോൾ ഇത്തരം അന്ധവിശ്വാസങ്ങളൊക്കെ നാടിൽ നിന്ന് നീങ്ങിപ്പോയിക്കൊള്ളും. എന്താണ് ഈ അന്ധവിശ്വാസങ്ങൾ? ജന്മം നൽകിയ അച്ഛൻ അച്ഛനാണ്, ജന്മം നൽകിയ പിതാവ് പിതാവാണ്, ജന്മം നൽകിയ മാതാവ് മാതാവാണെന്ന തിരിച്ചറിവ് അന്ധവിശ്വാസമാണ് പോലും. ആ മാതാവിനെ കാണുന്ന കണ്ണും തൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു താനുമായിക്കൊണ്ട് രക്തബന്ധമില്ലാത്ത ഒരു പെണ്ണിനെ കാണുന്ന കണ്ണും ഒരുപോലെയാണ് എന്ന് വിശ്വസിക്കുന്നത്, അതാണ് പോലും പുരോഗമനം. അതല്ലാതെ അമ്മയെ അമ്മയായി കാണുന്നത്, ഉമ്മയെ ഉമ്മയായി കാണുന്നതും ഭാര്യയെ ഭാര്യയായി കാണുന്ന ഈ വിവേചനം പുരോഗമനമല്ല. നമ്മുടെ നാട് പുരോഗമിക്കുമ്പോൾ അതില്ലാതെയാകും. ചില ആളുകളുടെ മറുപടിയാണ്, ചില കുട്ടികളുടെ മറുപടി. വേറെ ചില കുട്ടികൾ അതിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്, അത് വ്യക്തിപരമായ സ്വാതന്ത്ര്യമല്ലേ, മൈ ബോഡി മൈ ചോയ്സ്, എൻ്റെ ശരീരം എൻ്റെ അവകാശം, ആ അവകാശത്തിൽ കൈകടത്താൻ ആർക്കും അധികാരമില്ല. അതുകൊണ്ട് പരസ്പരം ബന്ധം പുലർത്തുന്ന അച്ഛനും മകൾക്കും പരാതിയില്ലെങ്കിൽ നമുക്ക് പരാതിയില്ല, അമ്മക്കും മകനും പരാതിയില്ലെങ്കിൽ നമുക്ക് പരാതിയില്ല. ഒരൊറ്റ കുട്ടി മാത്രമാണ് അതിനെതിരെ സംസാരിച്ചത്. ഞാനിത് പറയുന്നത് നമ്മുടെ പുതിയ തലമുറയുടെ മസ്തിഷ്കത്തിലേക്ക് ആധുനികത എന്ന് പറഞ്ഞുകൊണ്ട്, പുരോഗമനം എന്ന് പറഞ്ഞുകൊണ്ട് കുത്തി നിറക്കുന്ന
അതിഭീകരമായ വൃത്തികെട്ട ലൈംഗിക ആഭാസങ്ങൾ നമ്മൾ കണ്ടില്ലെന്ന് നടിച്ചാൽ വലിയ അപകടമുണ്ടാക്കും. ഈ അടുത്തായി വളരെ വിവാദമായി കൊണ്ടിരിക്കുന്ന ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമും അതുമായി ബന്ധപ്പെട്ട ചില വർത്തമാനങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ടാവും. നമ്മളാരും അതിൻ്റെ പ്രേക്ഷകരല്ല, നമ്മളാരും അത്തരം പ്രോഗ്രാമുകൾ കണ്ടുകൊണ്ടോ അല്ലാതെയോ പ്രൊമോട്ട് ചെയ്യുന്നവരുമല്ല. പക്ഷെ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളക്കരയിൽ വിവാഹിതരായ പെണ്ണും ആണും വിവാഹിതരാവുക എന്ന് പറഞ്ഞാൽ നാം കാത്തു സൂക്ഷിക്കുന്ന സാംസ്കാരിക മൂല്യങ്ങൾക്കെതിരാണ്. അത് വൃത്തികേടാണ്, ആഭാസമാണ് എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. അങ്ങനെ പരസ്പരം ഒരാണും വിവാഹം കഴിച്ചു എന്നറിഞ്ഞാൽ, എടവണ്ണ അങ്ങാടിയിൽ അങ്ങനെ ഒരു വിവാഹം നടന്നു എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് കൗതുകമായിരിക്കും. ആളുകൾ അത്ഭുതത്തോടുകൂടി ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കും. അവരക്ഷമരാകും. എന്തൊരു വൃത്തികേടാണ് എന്ന വർത്തമാനങ്ങൾ പല കോണുകളിൽ നിന്നുയരും. ഇങ്ങനെ നാം സമൂഹം അതിനെ നോക്കിക്കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. അതിനെ ഇല്ലാതെയാക്കുവാനും ഇത് സ്വാഭാവികതയാണ്. സമൂഹത്തിൽ ഇത്തരം വൈവിധ്യങ്ങൾ ഉണ്ടാകും. ഇത്തരം ലൈംഗിക വൈവിധ്യങ്ങളെ മോശമായി നോക്കിക്കാണരുത്, അതൊക്കെ നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ എന്ന് പൊതുബോധത്തിന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടി ആസൂത്രിതമായി സിനിമകളും സീരിയലുകളും നിർമ്മിക്കപ്പെടുകയും ഇത്തരം ആശയങ്ങളുടെ വക്താക്കൾ ഇത്തരം റിയാലിറ്റി ഷോകളിലൂടെ, ഇത്തരം പ്രോഗ്രാമുകളിലൂടെ കേരളത്തിലെ ഉമ്മറക്കോലായിൽ ഇരുന്നു കൊണ്ട്, വീടിന്റെ വരാന്തയിൽ ഇരുന്നു കൊണ്ട്, വീടിന്റെ ഡൈനിങ് ഹാളിൽ ഇരുന്നു കൊണ്ട് ഈ പ്രോഗ്രാം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രേക്ഷകരുണ്ട്. ആ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇത്തരം ലെസ്ബിയൻ രണ്ട് കപ്പിൾസിനെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് നിരന്തരമായി ഇത്തരം വർത്തമാനങ്ങളും അവരുടെ ജീവിതവും കണ്ടുകൊണ്ട് അതൊരു പ്രശ്നമല്ല എന്ന രൂപത്തിൽ അതിനെ നോർമലൈസ് ചെയ്യുവാനും അത്തരം ആഭാസങ്ങളെ, വൈകൃതങ്ങളെ പുരോഗമനത്തിന്റെ പേര് പറഞ്ഞ് ആനയിക്കുവാനും വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഞാനിത് പറഞ്ഞത്. ഇതും കുടുംബവും തമ്മിൽ എന്താ ബന്ധം? ഇതും കുടുംബവും തമ്മിൽ ബന്ധമുണ്ട്. ഇതിന്റെ പരിഹാരം കുടുംബങ്ങളിൽ നിന്ന് മാത്രമാണ്, കുടുംബ സംവിധാനങ്ങളിൽ നിന്ന് മാത്രമാണ്. നമ്മുടെ നാട് നശിക്കാൻ പോകുന്നു എന്ന സൂചനകളാണ് കടന്നു വരുന്നത്. നമ്മുടെ നാട്ടിൽ യൂറോപ്യൻ നാടുകളിൽ നിന്ന് വരുന്ന ചീഞ്ഞളിഞ്ഞ വർത്തമാനങ്ങളും വൃത്തികേടുകളും നമ്മുടെ നാടിൽ അധികം താമസിയാതെ കടന്നു വരുമെന്ന കൃത്യമായ സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, കേരളത്തിൽ കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിൽ ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. എന്തേ ആ ആശയത്തിന്റെ പേര്? ജെൻഡർ ന്യൂട്രൽ ആണ് പോലും. സമൂഹം ജെൻഡർ പറയരുത്. ആശുപത്രിയുടെ തൊട്ടടുത്താണ് നമ്മൾ ഇരിക്കുന്നത്. ഈ ആശുപത്രിയിലെ ലേബർ റൂമിന്റെ മുമ്പിൽ ഇപ്പോഴും നമ്മുടെ സംസാരം നടക്കുമ്പോഴും ലേബർ റൂം ഉണ്ടെങ്കിൽ അവിടെ തന്റെ ഭാര്യയുടെ പ്രസവം കാത്തിരിക്കുന്ന ഭർത്താക്കന്മാരുണ്ടാകും, കുടുംബാംഗങ്ങൾ ഉണ്ടാകും. തങ്ങളുടെ സഹോദരി, തന്റെ ഭാര്യ പ്രസവിച്ചു എന്നറിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കുട്ടി ആണാണോ പെണ്ണാണോ? ഇത് നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ്. ഒരു പക്ഷേ നമ്മളോട് പ്രസവത്തിന്റെ വിവരം പറയാൻ വേണ്ടി വരുന്ന നേഴ്സ് അവരാദ്യം പറയാ പ്രസവിച്ചു, കുട്ടി പെണ്ണാണ് അല്ലെങ്കിൽ കുട്ടിയാണാണ്. ജെൻഡർ ന്യൂട്രൽ എന്ന് പറയുന്ന ഈ ആശയം ലോകത്തോട് വിളിച്ചു പറയുന്നത് അന്നു മുതൽ തുടങ്ങുന്നു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവേചനം തെറ്റാണത്. ഒരു കുട്ടിയെ ആണെന്നും പെണ്ണെന്നും ലിംഗം വിവേചനം നടത്തി രേഖപ്പെടുത്തുന്നത് ആ കുട്ടിയോട് ചെയ്യുന്ന വിവേചനമാണ് എന്ന വൃത്തികേടാണ് ഇവർ പുരോഗമനത്തിന്റെ പേര് പറഞ്ഞു കൊണ്ടുവരുന്നത്. കുട്ടിയാണാണോ പെണ്ണാണോ എന്ന് ലിംഗം നോക്കിയല്ല തീരുമാനിക്കേണ്ടത്. പ്രായപൂർത്തിയാകുമ്പോൾ ബുദ്ധി വെക്കുന്ന സമയത്ത് കുട്ടി എന്താണോ തന്നെ കുറിച്ച് പറയുന്നത് അതാണ് അവന്റെ ജെൻഡർ എന്ന് നാം അംഗീകരിച്ചു കൊടുക്കണമെന്ന ആശയത്തിന്റെ പേരാണ് ജെൻഡർ ന്യൂട്രാലിറ്റി. ഇതാണ് നമ്മുടെ കലാലയങ്ങളിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത്. നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് ഘട്ടം ഘട്ടമായി അതിനെ നോർമലൈസ് ചെയ്തുകൊണ്ട് ഇത്തരം ലൈംഗിക വൈകൃതങ്ങളെ, വൈവിധ്യങ്ങൾ എന്ന പേര് പറഞ്ഞുകൊണ്ട് സാധാരണ നമ്മൾ കാണുന്ന വിവാഹങ്ങൾക്കപ്പുറത്ത് വേറെയും ചില വിവാഹങ്ങളുണ്ട്. ഇവിടെ പലപ്പോഴും പലതരത്തിലുള്ള ചിന്തകൾ ഉണ്ടാവാം. അതൊക്കെ പുരോഗമനത്തിന്റെ ഭാഗമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാം. എന്നിട്ട് എന്താ ചെയ്യാം? ഒരു കുട്ടിയെ,
ഒരു കുട്ടി ആണായും പെണ്ണായും ജീവിക്കുന്നത് ആ കുട്ടി സ്വീകരിക്കുന്ന ജീവിത രീതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. വസ്ത്രത്തിൽ ആൺ പെൺ വേർതിരിവ് പാടില്ല, പ്രയോഗങ്ങളിൽ ആൺ പെൺ വേർതിരിവ് പാടില്ല. ഷീ എന്നോ ഹീ എന്നോ പറയരുത്, അൻത എന്നോ അൻതി എന്നോ പറയരുത്, അവനെന്നോ അവളെന്നോ പറയരുത്. ഇരുവിഭാഗത്തെയും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന പ്രയോഗങ്ങൾ മാത്രമേ പാടുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ ഒരു കാലത്ത് ചെയർമാൻ എന്ന പ്രയോഗം വളരെ വ്യാപകമായിരുന്നു. ഇപ്പൊ ചെയർമാൻ കാണൂല, ചെയർവിമൻ കാണൂല, ചെയർപേഴ്സൺ ആണ്. ഈ ആശയത്തിന്റെ ഭാഗമാണ്. ചെയർമാൻ എന്ന് പറയുന്നതും ചെയർ വിമൻ എന്ന് പറയുന്നതും, അല്ലെങ്കിൽ ഇത് സ്ത്രീ എന്ന് പറയുന്നതും പുരുഷൻ എന്ന് പറയുന്നതും പോലും വിവേചനമാണ് പോലും. പെണ്ണിനെ പെണ്ണെന്ന് അഭിസംബോധന ചെയ്യുന്നതും ആണിനെ ആണെന്ന് അഭിസംബോധന ചെയ്യുന്നതും പുരോഗമനത്തിനെതിരാണ് പോലും. ഇത്തരം ആശയങ്ങൾ നിങ്ങൾക്കറിയോ? 1990-കളിൽ 80-കളിൽ ഇത്തരം ആശയങ്ങൾ അതിശക്തമായി അമേരിക്കൻ ഐക്യനാടുകളിലും യൂറോപ്യൻ നാടുകളിലും പ്രബോധനം ചെയ്യപ്പെട്ടു. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് അവിടെ എന്ത് ചെയ്തു അറിയോ? ചില നാടുകളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കോമണായി യൂസ് ചെയ്യാൻ കഴിയുന്ന പ്രത്യേക കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി. കളിപ്പാട്ടങ്ങളിൽ പോലും വിവേചനം പാടില്ല. വസ്ത്രങ്ങൾ ഒരുപോലെയാക്കി. എന്തിന്? കുട്ടികൾ പഠിക്കുന്ന കലാലയങ്ങളിൽ അവർക്ക് ഇരിക്കുന്ന ഇരിപ്പിടം ആൺകുട്ടികളും പെൺകുട്ടികളും ചേർന്നിരിക്കുന്നതാക്കി. അതുകൊണ്ടൊന്നും അവസാനിച്ചില്ല. അവർ താമസിക്കുന്ന ഹോസ്റ്റലുകൾ പോലും ആൺകുട്ടികളുടെ ഹോസ്റ്റൽ, പെൺകുട്ടികളുടെ ഹോസ്റ്റൽ എന്ന വേർതിരിവില്ലാതെയാക്കി. ഒരുപോലെ ഹോസ്റ്റൽ സിസ്റ്റങ്ങൾ കൊണ്ടുവന്നു. യൂണിസെക്സ് എന്ന പേരിൽ, ജെൻഡർ ന്യൂട്രൽ എന്ന പേരിൽ. എന്തിന്? തെരുവോരങ്ങളിലെ വിശ്രമ കേന്ദ്രങ്ങൾ ആൺ പെൺ എന്ന വേർതിരിവില്ല. ടോയ്ലറ്റുകൾ പോലും, സ്വകാര്യത ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന ടോയ്ലറ്റുകളിൽ പോലും ആൺ പെൺ വേർതിരിവുകൾ പാടില്ല. അവസാനം ഇത്തരം ചിന്താഗതിയുടെ ഭാഗമായി കടന്നു വന്നത് ഇന്നവിടെ കാണുന്ന പോലെയുള്ള ആ നാടുകളിൽ ഇന്ന് നമ്മൾ വീക്ഷിച്ചാൽ കാണുന്ന അപകടകരമായ സാമൂഹിക അന്തരീക്ഷമാണ്. ഇതിലേക്കാണ് നമ്മുടെ നാടിനെ കൊണ്ടുപോകുന്നത്. നമ്മുടെ കുട്ടികൾ കലാലയങ്ങളിൽ പോയി പുരോഗമനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇത്തരം ആശയങ്ങൾ ചേരുന്ന ആളുകൾ വിദ്യാഭ്യാസ സംവിധാനങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ ആശയങ്ങളെ കുത്തിക്കയറ്റുകയും നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് ഇത്തരം ആശയങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നു. ഇത് നമ്മൾ പറഞ്ഞു വെച്ച് കണ്ടില്ലേ? ഒരാള് പറയുന്നതാണ് അയാളുടെ ജെൻഡർ എന്ന് പറഞ്ഞാൽ എത്ര ഭീകരമായ ഒരു അവസ്ഥയാണ്. എന്തൊരു വൃത്തികേടാണ് ഈ പറയുന്നത്. അമേരിക്കയിൽ തോമസ് എന്ന പേര് പറയുന്ന ഒരു നീന്തൽ താരം ഉണ്ടായിരുന്നു. തോമസ് 100-ാം സ്ഥാനത്തെറ്റാണ് അദ്ദേഹത്തിന്റെ റാങ്കിങ് പരിശോധിച്ചാൽ. 100-ാം സ്ഥാനം. പക്ഷെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം റാങ്കിങ്ങിൽ ഫസ്റ്റ് വാങ്ങണം. ഞങ്ങളോട് ഒരു ഭാവനയിൽ, ഒരു പക്ഷേ ഡ്രാക്കുള എന്ന നോവൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അതൊരു സുന്ദരമായ ഒരാളുടെ ഭാവനയിൽ വിരിഞ്ഞൊരു നോവലാണ്. അത് വായിക്കുന്ന ആർക്കും തോന്നും അതൊരു ഉള്ള കഥയല്ല, അതൊരു ഭാവനയിലുള്ള കഥ തന്നെയാണ്. ഒരു പക്ഷേ എൻ്റെ വാക്ക് കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ, ഇത് താങ്കൾ ഇതിന്റെ വിഷയത്തിന്റെ ഗൗരവത്തെ സൂചിപ്പിക്കാൻ വേണ്ടി വെറുതെ പറയാമെന്ന് തോന്നിയേക്കാം. തോമസ് എന്ന് പറയുന്ന ഈ വ്യക്തി, അയാളുടെ വലിയ ആഗ്രഹം തന്റെ റാങ്കിങ് 1-ലേക്ക് ഉയർത്തണം. 18-ഉം അയാൾ 17-ഉം പണിയെടുത്തിട്ട് അയാൾക്ക് സാധിച്ചില്ല. അവസാനം അയാൾ ചെയ്ത പണി എന്താ അറിയോ? 18-ാമത്തെ അടവായി അയാൾ സ്വീകരിച്ചത് ഒരു സുപ്രഭാതത്തിൽ അയാൾ പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്നു, ഇന്നു മുതൽ എൻ്റെ ജെൻഡർ പെണ്ണാണ്, ഞാനൊരു ഫീമെയിലാണ്, മെയിൽ അല്ല. ഇത്രയും കാലം ഞാൻ ആണാണെന്ന് വിചാരിച്ച് ജീവിച്ചത് എൻ്റെ അബദ്ധമായിരുന്നു, ഞാൻ പെണ്ണാണ്. അയാളുടെ ശരീരം പുരുഷൻ്റെതാണ്. അത്രയും കാലം അയാൾ ജീവിച്ചതും ഒരു പുരുഷനുണ്ടാകുന്ന ഹോർമോണുകളും പുരുഷൻ്റെതായ ശാരീരിക പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഇതൊന്നും ഒരു പത്രമാധ്യമനും ചോദ്യം ചെയ്തില്ല, അംഗീകരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഭരണകൂട സംവിധാനങ്ങൾ, ഈ ജെൻഡർ ന്യൂട്രൽ ചിന്താഗതി കടന്നു കയറിയ ഭരണകൂട സംവിധാനങ്ങൾ ഇയാളുടെ സർട്ടിഫിക്കറ്റിലെ ജെൻഡർ എന്ന സ്ഥലത്തെ മെയിൽ എന്നത് കട്ട് ചെയ്തിട്ട് ഫീമെയിൽ എന്ന് ആഡ് ചെയ്തു. അടുത്തതായി അയാൾ പറഞ്ഞു, ഇത്രയും കാലം ഞാൻ സ്വിമ്മിങ്ങിൽ നീന്തൽ താരമാണ്, മത്സരിച്ചത് ആണുങ്ങളുടെ കൂടെയാണ്, ഇന്നു മുതൽ എനിക്ക് പെണ്ണിന്റെ കൂടെ മത്സരിക്കണം. നമ്മുടെ നാട്ടിലാണ് ഇത് സംഭവിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്ത് സംഭവിക്കുക? അയാൾക്ക് നൽകേണ്ട ചികിത്സ എവിടെയാണെന്ന് നമുക്കറിയാം. അയാളുടെ പ്രശ്നം എന്താണെന്ന് നമുക്കറിയാം. അതിന് MBBS വേണ്ട, LLB വേണ്ട, PhD വേണ്ട, MPhil വേണ്ട. അത് കൃത്യമായി നമ്മൾ അന്നം കഴിക്കുന്ന കോമൺ സെൻസ് കൊണ്ട് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും.
പക്ഷെ ലോകത്തെ ഏറ്റവും വലിയ ടെക്നോളജികളുടെ അധിപന്മാരെന്ന് പറയുന്ന പുരോഗമനത്തിന്റെ കളിത്തൊട്ടിലെന്ന് ഈ നമ്മുടെ നാട്ടിലെ ലിബറൽ ചിന്താഗതിക്കാർ കൊട്ടിഘോഷിക്കുന്ന ആ മണ്ണിൽ ഈ മനുഷ്യനെ പെണ്ണായി രേഖപ്പെടുത്തുകയും പെണ്ണുങ്ങളുടെ കൂടെ മത്സരിപ്പിക്കുകയും ആ മത്സരത്തിൽ സ്ത്രീകളെ പരാജയപ്പെടുത്തി 1ാം റാങ്ക് നേടുകയും ചെയ്തു ആ വ്യക്തി. ലിയ തോമസ് എന്നാണ് പേര് മാറ്റിയത്. 2-3 ആഴ്ചകൾക്ക് മുമ്പാണ് ലോക ഗെയിംസ് അത്ലറ്റിക് ഫെഡറേഷൻ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഇനി മുതൽ ഗെയിംസിൽ ഒരാള് പെണ്ണാണെന്നോ പെണ്ണ് ആണാണെന്ന് പറയുകയോ ആണ് പെണ്ണാണെന്ന് പറയുകയോ ചെയ്താൽ ആ വാദിച്ച ആളെ പെണ്ണുങ്ങളുടെ കൂടെ മത്സരിപ്പിക്കൂല, ആണാണെന്ന് വാദിച്ച പെണ്ണിനെ ആണുങ്ങളുടെ കൂടെയും മത്സരിപ്പിക്കൂല, പെണ്ണാണെന്ന് വാദിച്ച ആണിനെ പെണ്ണുങ്ങളുടെ കൂടെയും മത്സരിപ്പിക്കൂല എന്ന് തീരുമാനം എടുത്തത് 2-3 ആഴ്ച മുമ്പാണ്. ഇത്രയും കാലം നമ്മുടെ പുരോഗമനം എന്തായിരുന്നു അറിയോ? വായയിൽ തോന്നിയത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ തോന്നുമ്പോൾ വസ്ത്രം മാറും പോലെ ഞാൻ പെണ്ണാണ്, ആണാണ്, പോത്താണ്, മൂരിയാണ്, വെറുതെ പറഞ്ഞതല്ല, മൃഗമാണ് എന്നൊക്കെ വിശ്വസിക്കുകയും മൃഗമായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു ലോകത്തുണ്ട്. ഇന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആളുകളുടെ ജെൻഡർ മാറ്റുകയും എന്നിട്ട് ആളുകൾക്ക് ആ രൂപത്തിൽ ജീവിക്കാൻ അവകാശം കൊടുക്കുകയും ചെയ്ത സംവിധാനങ്ങൾ തിരുത്താൻ തുടങ്ങുകയാണ് ലോകം. ഇതേപോലെ മൈനർ ഡൊമൈൻ എന്ന് പേരുള്ള ഒരു വ്യക്തി അമേരിക്കയിലെ തടവുകാരനാണ്. ക്രിമിനൽ കുറ്റം ചെയ്തതിന്റെ പേരിൽ തടവ് ശിക്ഷ അനുഭവിക്കുന്ന ആ വ്യക്തി ഒരു സുപ്രഭാതത്തിൽ പ്രഖ്യാപിക്കുന്നു, ഞാൻ പെണ്ണാണ്. ഭരണകൂട സംവിധാനങ്ങൾ, ജെൻഡർ ന്യൂട്രൽ സംവിധാനങ്ങൾ സ്വാഗതം ചെയ്യുന്ന ആ ഭരണകൂട സംവിധാനങ്ങൾ എന്ത് ചെയ്തെന്നറിയോ? ഈ വ്യക്തിയെ പെണ്ണായി രേഖകൾ തിരുത്തി അവസാനം അയാൾ പുരുഷന്മാരുടെ വാർഡിലാണല്ലോ, പുരുഷന്മാരുടെ തടവറയിലാണ്, അയാളെ സ്ത്രീകളുടെ തടവറയിലേക്ക് മാറ്റി. പത്രമാധ്യമങ്ങളിൽ റിപ്പോർട്ട് വന്നതാണ്. പിന്നീട് ആ പ്രശ്നം എവിടെ എത്തിയെന്നറിയോ? സഹതടവുകാരികളായ 2 സ്ത്രീകൾ ഇയാളെ കൊണ്ട് ഗർഭിണിയായിട്ട് ഇയാളെ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുന്ന ആ ജയിലിലെ അധികൃതരുടെ വാർത്തയാണ് പുറത്തു വന്നത്. ഈ ഭ്രാന്തിന്റെ പേരാണ് ജെൻഡർ ന്യൂട്രാലിറ്റി. യൂറോപ്യൻ നാടുകളിൽ, അമേരിക്കൻ ഐക്യനാടുകളിൽ നിങ്ങൾക്ക് ആശുപത്രിയിലേക്ക് കയറി ചെല്ലാം. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു ആശുപത്രിയുടെ വരാന്തയിലേക്ക് കയറി ചെന്നുകൊണ്ട് നിങ്ങൾ എന്റെ മൂക്കൊന്ന് മുറിച്ചു തരണം എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ അംഗീകരിക്കുമോ? എന്റെ നാവൊന്ന് പിളർന്നു തരണം, അവരംഗീകരിക്കൂല. എന്റെ ചെവി ഒന്ന് മുറിച്ച് മാറ്റി തരണം, അവരംഗീകരിക്കൂല. എന്റെ കൈവിരലുകളിൽ 2 എണ്ണം ഒഴിവാക്കി തരണം, അവരംഗീകരിക്കൂല. ഏതെങ്കിലും ഒരു ഡോക്ടർ നമ്മുടെ ഇംഗിതത്തിന് വഴങ്ങി പണം കൊടുത്തുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തെ നമ്മൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ അംഗഭംഗം വരുത്തിയാൽ അയാളെ നിയമ നടപടി അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കപ്പെടും. ഇത് നമ്മുടെ നാടിന്റെ നിയമമാണ്. പക്ഷെ ജെൻഡർ ന്യൂട്രൽ എന്ന് പറയുന്ന ഈ ആശയം കടന്നു വന്നാൽ, ഇവർ പറയുന്ന പുരോഗമനം കടന്നു വന്നാൽ, പിന്നെ നമ്മുടെ ആശുപത്രികളിൽ നമ്മൾ പറയുന്നത് പോലെ കത്തിവെക്കണം. അങ്ങനെ കത്തിവെച്ച ജന്മങ്ങൾ ലോകത്ത് ജീവിക്കുന്നുണ്ട്. ആ ജന്മങ്ങൾ പറയാണ് ഞങ്ങൾ പിശാചുക്കളാണ്. എന്നിട്ട് അതീവ സുന്ദരന്മാരായ ആയിരക്കണക്കിന് മനുഷ്യന്മാർ, മാനസിക രോഗികളായ ആളുകൾ, വേണ്ട ചികിത്സ കൊടുക്കേണ്ട ആളുകൾ, അവർ ആശുപത്രിയുടെ വരാന്തയിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് അവർ പറയാണ് ചെവി മുറിക്കണം, നാവ് മുറിക്കണം. അവിടുത്തെ ഗവൺമെന്റുകൾ അംഗീകരിച്ചു കൊടുക്കുകയാണ്, മൈ ബോഡി മൈ ചോയ്സ്, എന്റെ ശരീരം എന്റെ അവകാശം. എന്നിട്ട് ശരീരം വികൃതമാക്കി ജീവിക്കുന്നു. ഭീകരമായ രൂപത്തിൽ ശരീരത്തിലെ രൂപങ്ങൾ മാറ്റുന്നു. ശരീരം കണ്ടാൽ, ആരും കണ്ടാൽ പേടിച്ചു പോകുന്ന രൂപത്തിലേക്ക്. എന്നിട്ട് പറയാം ഇത് പുരോഗമനമാണ്, ഇതാണ് ആധുനികത. നെക്രോഫീലിയ, പീഡോഫീലിയ, ശവരതി അനുവദിച്ചു കൊടുക്കണമെന്ന് പറയുകയാണ്. ഒരു വ്യക്തി ലോകത്തുനിന്ന് വിട പറയുന്ന സമയത്ത് തന്റെ സഹോദരി അല്ലെങ്കിൽ തന്റെ ജീവിത പങ്കാളിയായ ഒരു പെണ്ണിന് അല്ലെങ്കിൽ തന്റെ ജീവിത പങ്കാളിയായ ഒരു പുരുഷന് അയാൾ പറയാണ്, എന്റെ മരണശേഷം എന്റെ ശരീരം എന്റെ ജീവിത പങ്കാളിക്ക് വിട്ടുകൊടുക്കണം, അയാളുടെ ശാരീരികമായ താല്പര്യങ്ങൾക്ക് വിട്ടുകൊടുക്കണമെന്ന് എഴുതി വെച്ചാൽ മൈ ബോഡി മൈ ചോയ്സ് അംഗീകരിച്ചു കൊടുക്കണം എന്നാണ് ഈ ആശയങ്ങൾ പറയുന്നത്. എന്തിനേറെ, ശവക്കല്ലറകളിലെ കല്ലറകൾക്ക് താഴിട്ട് പൂട്ടേണ്ട, വിലങ്ങ് വെക്കേണ്ട, കാവലിരിക്കേണ്ട അവസ്ഥ. നമ്മുടെ നാട്ടില് ഒരു കാലത്ത് ATMകൾക്കൊക്കെ സെക്യൂരിറ്റി കാവലുണ്ടായിരുന്നു. ആധുനിക സംവിധാനങ്ങൾ വർദ്ധിച്ചപ്പോൾ അതില്ലാണ്ടായി. ഇതുപോലെ ശവക്കല്ലറകൾ പൂട്ടേണ്ട അവസ്ഥ. കാരണം ശവക്കല്ലറകളിൽ നിന്ന് പോലും ശവങ്ങളെ എടുത്തു കൊണ്ടുപോയി സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി, രതിക്ക് വേണ്ടി കൊണ്ടുപോകുന്ന ഭീകരമായ ലൈംഗികമായ വൈകൃതം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ലോകത്ത് എത്ര മനുഷ്യന്മാരുണ്ടെന്ന് പറയും. ഞാൻ നാഴെയാണ്, ചെന്നായാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നത് തമാശയല്ല.
നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ എന്ന സാധനം എടുത്തിട്ട് ഗൂഗിളിൽ നിന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി. LGBTQ ആക്ടിവിസം. മഴവിൽ വർണ്ണങ്ങളിൽ നമ്മുടെ നാട്ടിൽ കളിപ്പാട്ടങ്ങൾ നിങ്ങൾക്ക് കാണാം. മഴവിൽ വർണ്ണങ്ങളിലുള്ള ഈ കളിപ്പാട്ടങ്ങൾ ഇവർ മുന്നോട്ട് വെക്കുന്ന ഐഡിയോളജിയാണ്. മഴവിൽ വർണ്ണങ്ങളെ പോലെയാണ് മനുഷ്യന്റെ താല്പര്യങ്ങൾ, അവന്റെ ലൈംഗികപരമായ താല്പര്യങ്ങൾ. ചിലപ്പം പുരുഷന് പുരുഷനോട്, സ്ത്രീക്ക് സ്ത്രീയോട്, മൃഗത്തോട്, ജീവനില്ലാത്ത അചേതനമായ വസ്തുക്കളോട് ആരോടും തോന്നാം. അത് അംഗീകരിച്ചു കൊടുക്കണം. അത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. അയാൾ ഇഷ്ടപ്പെടുന്ന വസ്തുക്കൾ, ആ വസ്തുക്കളുമായി കൊണ്ട് അയാളുടെ ജീവിതം, ലൈംഗികപരമായ ജീവിതം അയാളുടെ അവകാശമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാനിത് ഇത്രയും നേരം പറഞ്ഞെന്തിനാ അറിയോ? ഇതിൻ്റെ അപകടം നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല. നമ്മുടെ കുട്ടികൾ എന്ത് കേട്ടാലും അത് പുരോഗമനമാണെന്ന് പറയുമ്പോൾ നമ്മുടെ മക്കളുടെ വിവേചിച്ചറിയാനില്ലാത്ത ബുദ്ധിയിലേക്ക് നമ്മുടെ ആളുകൾ, നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഇത്തരം ആശയങ്ങളെ കുത്തിവെക്കുകയാണ്. ഇതാണ് ഈ ലെസ്ബിയൻ, ഗേ, ക്യൂർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൃഗരതി, ശവരതി, കുട്ടികളോടുള്ള രതി, പുരുഷനും പുരുഷനും തമ്മിലുള്ള രതി, സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള രതി, ഈ ആശയങ്ങൾ കടന്നു വരികയാണ്. ഇത് ടെലിവിഷനുകളിലൂടെ നമ്മുടെ വീടിൻ്റെ ഉമ്മറക്കോലായിൽ എത്തുകയാണ്. നമ്മുടെ ഉമ്മമാരും സ്ത്രീകളും നമ്മുടെ മക്കളും ഇത് കാണുകയാണ്. കണ്ട് 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 അവസാനം ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മനോഗതിയെ മാറ്റി കൃത്യമായി അവരുടെ അജണ്ട നടപ്പിലാക്കുകയാണ്. 1990കളിൽ അമേരിക്കയിൽ ഒരു പുസ്തകം ഇറങ്ങി. ആ പുസ്തകം ലോകപ്രസിദ്ധമായ പുസ്തകമാണ്. അതിന്റെ രചയിതാവിനേക്കാൾ ആ പുസ്തകത്തിന്റെ പേര് ലോകത്ത് പ്രസിദ്ധമാണ്. ഫാദർലെസ് അമേരിക്ക എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഫാദർലെസ് അമേരിക്ക, തന്തയില്ലാത്ത അമേരിക്ക. ആ പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ അവർ എഴുതി വെക്കുന്ന ഒരു വാചകമുണ്ട്. ഡേവിഡ് എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിന്റെ രചയിതാവ് എഴുതി വെക്കുന്ന ഒരു വാചകമുണ്ട്. ഫാദർലെസ് അമേരിക്ക കൺഫ്രണ്ടിങ് അവർ മോസ്റ്റ് അർജന്റ് സോഷ്യൽ പ്രോബ്ലം. തന്തയില്ലാത്ത അമേരിക്ക നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന അതിഗുരുതരമായ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക വിഷയത്തെ പഠന വിധേയമാക്കുന്ന ഒരു പുസ്തകം എന്നാണ് അതിന്റെ പേര്. എന്താ ഫാദർലെസ് അമേരിക്ക എന്ന് പറഞ്ഞ അർത്ഥം? തന്തയില്ലാത്ത അമേരിക്ക. അമേരിക്ക എന്ന നാടിൽ ജനിച്ചു വീഴുന്ന മക്കളിൽ 4 കുട്ടികളിൽ ഒരാൾ ഫാദർലെസ് ആണെന്ന് കണക്കുകൾ പറയുന്നു. 20 ലക്ഷം കുട്ടികളുണ്ടെങ്കിൽ അതിൽ 5 ലക്ഷം കുട്ടികളും പിതാവില്ലാത്തവരാണ്. പിതാവാരാണ് എന്ന കോളത്തിൽ അവിടെ കൃത്യമായി പിതാവിന്റെ പേര് നൽകാൻ കഴിയാത്ത കുട്ടികളാണ് ജനിച്ചു വീഴുന്നത്. ഇന്നത്തെ അമേരിക്കയുടെ കണക്കാണ്. 1990കളിൽ ഈ മനുഷ്യൻ ഈ പുസ്തകം എഴുതിയത് നമ്മുടെ നാട്ടിൽ കുടുംബ സംവിധാനങ്ങൾ തകരുന്നു, നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കിടയിലേക്ക് ഇത്തരം LGBTQ ആക്ടിവിസങ്ങൾ കടന്നു വരുന്നു, ഇത്തരം ലൈംഗിക വൈകൃതങ്ങളെ പുരോഗമനമായ ആളുകൾ പഠിപ്പിക്കുന്നു, കുടുംബങ്ങളൊന്നും വേണ്ട എന്ന് കുട്ടികളോട് വേദമോതുന്നു, നമ്മുടെ പുതിയ തലമുറക്ക് വിവാഹ ജീവിതത്തോട് താല്പര്യമില്ല, ബോണ്ടിങ്ങിനോട് താല്പര്യമില്ല, പരസ്പരം കൃത്യമായ കരാറുകളുടെ അടിസ്ഥാനത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ അവർക്ക് താല്പര്യമില്ല. അവർ ഇഷ്ടമുള്ള ജീവിത പങ്കാളികളെ തേടി പോകുന്നു, ഇഷ്ടമുള്ളപ്പോൾ ആ ജീവിതത്തിൽ നിന്ന് അവർ പുറത്തു പോകുന്നു. ഇത് അപകടകരമാണ്, അപകടകരമാണ്, അപകടകരമാണ്. നമ്മുടെ നാട് അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് കുടുംബ മൂല്യങ്ങൾ തിരിച്ചു പിടിക്കണം. നമ്മുടെ നാട്ടിലെ കുടുംബ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണം. നമ്മൾ കുടുംബ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താതെ ഇഷ്ടമുള്ളവരുടെ കൂടെ ജീവിക്കുന്ന ഇത്തരം വൃത്തികേടുകൾ, ആഭാസങ്ങൾ നാട്ടിൽ വർദ്ധിച്ചാൽ നമ്മുടെ തലമുറ വഴിപിഴച്ചു പോവുകയും അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെയാണ് അതിന്റെ പ്രതിപാദ വിഷയം. 1990കളിൽ ഇത് തുടക്കത്തിൽ, ആ നാട്ടിൽ ഈ പണി തുടങ്ങുന്ന തുടക്കത്തിൽ എഴുതിയ പുസ്തകമാണ്. വിഷയത്തെ കൃത്യമായി പഠിച്ച് ഇതിന്റെ അപകടത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അയാൾ എഴുതിയ പുസ്തകമാണ് ഫാദർലെസ് അമേരിക്ക, തന്തയില്ലാത്ത അമേരിക്ക. 1995ലാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അവിടെ. അന്ന് ആ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ട് പ്രസിഡന്റായ ബിൽ ക്ലിന്റൺ എന്ന് പറയുന്ന പ്രസിദ്ധനായ, ലോകപ്രസിദ്ധനായ വ്യക്തി, മുൻ അമേരിക്കൻ പ്രസിഡന്റ്. ഈ അടുത്തും അമേരിക്കയിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഹിലരി ക്ലിന്റൺ എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ ഭർത്താവ് കൂടിയാണ് അദ്ദേഹം. ഇന്നും ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ്. ബിൽ ക്ലിന്റൺ തന്റെ അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചുകൊണ്ട് നടത്തിയ അദ്ദേഹത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി, മത്സരത്തിന്റെ ഭാഗമായി അമേരിക്കയിലെ ഓരോ സ്ഥലങ്ങളിലും നടത്തിയ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രചരണ യോഗങ്ങളിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചത് എന്തായിരുന്നു അറിയോ?
അമേരിക്കയിലെ ഫാമിലി വാല്യൂസ് തിരിച്ചു കൊണ്ടുവരും. അമേരിക്കയിലെ കുടുംബ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തും. അമേരിക്കയിൽ കുടുംബം തകരുകയാണ്, അതിനെതിരെ വേണ്ട സത്വര നടപടികൾ സ്വീകരിക്കുമെന്ന് അന്ന് ബിൽ ക്ലിന്റൺ പറയുന്നത് വരെ ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിക്കുകയും അയാളത് മനസ്സിലാക്കുകയും ചെയ്തു. അന്ന് ആലോചിച്ച് നോക്കണം. അന്ന് അവർ പറയണ ഈ ആശയത്തെ, ഈ പുസ്തകം അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയി. പുസ്തകത്തിന്റെ താളുകൾ അദ്ദേഹം മറിച്ചു. അദ്ദേഹത്തിന് ആ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലായി. എന്നിട്ട് അദ്ദേഹം തുറന്നു പറഞ്ഞു, നമ്മുടെ നാട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നമാണിത്. അപ്പം എന്താ സംഭവിച്ചത്? ആ നാട് ആ പുസ്തകത്തെ വേണ്ട രൂപത്തിൽ പരിഗണിച്ചില്ല, ആ വിഷയത്തെ ഗൗരവത്തിൽ സ്വീകരിക്കാൻ സമൂഹം തയ്യാറായില്ല എന്നതിന്റെ ദുരന്ത ഫലമാണ് ഇന്ന് അമേരിക്ക എന്ന് പറയുന്ന ഒരു നാട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയുമോ, ഈ 2 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ 56 സ്കൂളുകളിൽ വളരെ വ്യാപകമായി അവിടെ നടക്കുന്ന ഒരു പ്രശ്നമാണ്. ഇടക്കിടക്ക് നമ്മൾ പത്രമാധ്യമങ്ങളിൽ കാണാറുള്ള ഒരു വിഷയമാണ്. ആയുധം ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ സഹപാഠികളെ വെടിവെച്ചു കൊന്നു എന്ന വാർത്ത അവിടെ ദിനേന വരുന്നൊരു സാധനമാണ്. ആയുധം ഉപയോഗിച്ചുകൊണ്ട് സഹവിദ്യാർത്ഥികളെ കുട്ടികൾ വെടിവെച്ചു കൊല്ലുന്ന മാനസിക ആരോഗ്യപരമായ ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടികൾ. അങ്ങനെ 56 സ്കൂളുകളിൽ നടന്ന ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസ് പഠന വിധേയമാക്കി അവിടുത്തെ ആളുകൾ. കുറ്റവാളികളെ കുറിച്ച് കൃത്യമായി പഠിച്ചു. ഈ കുറ്റവാസനയുള്ള കുട്ടികളെ കുറിച്ച് കണക്ക് വന്നത് എന്താണെന്നറിയോ? പുറത്തു വന്നത്, കുറ്റകൃത്യങ്ങൾ ചെയ്തതിൽ 80% കുട്ടികളും ഫാദർലെസ് ആണ്, തന്തയില്ലാതെ ജനിക്കുന്ന കുട്ടികളാണ്. അമേരിക്കയിലെ തടവ് പുള്ളികളിൽ 70-80% കുടുംബ സംവിധാനങ്ങളിലൂടെ വളർന്നു വരാത്ത ഫാദർലെസ് മക്കളാണ്. അമേരിക്കയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന കുട്ടികളിൽ 25% കൂടുതലും ദാരിദ്ര്യം അനുഭവിക്കുന്നത് ഫാദർലെസ്സായി വളർന്നു വരുന്ന മക്കളാണ്. അമേരിക്കയിലെ സ്കൂളുകളിൽ, കലാലയങ്ങളിൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടും പഠനം അവസാനിപ്പിക്കുന്ന മക്കളിൽ 75% പിതാവില്ലാതെ വളർന്നു വരുന്ന മക്കളാണ്. മാൽക്കം എക്സ് എന്ന് പറയുന്ന അമേരിക്കയിലെ തെരുവോരങ്ങളിൽ ജീവിച്ച അണ്ടർവേൾഡ് കിങ് എന്നൊക്കെ പറയുന്നത് പോലെ തോന്നിവാസങ്ങളും വൃത്തികേടുകളും ആഭാസങ്ങളും കൊലപാതകങ്ങളുമായി ജീവിച്ചൊരു മനുഷ്യനുണ്ട്, മാൽക്കം എക്സ്. അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ശേഷം അദ്ദേഹം തന്റെ ജീവിതം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാൽക്കം എക്സ് എന്ന പേരിൽ തന്നെയാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. മലയാളത്തിലേക്ക് അടക്കം മൊഴിമാറ്റം ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം ഈ വിഷയത്തെ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. അമേരിക്കയുടെ തെരുവോരങ്ങളിൽ ജീവിക്കുന്ന മക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പിതാവില്ലാതെ ഒരു കുട്ടി സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ കുട്ടി മാനസികമായി അനുഭവിക്കുന്ന വെല്ലുവിളികൾ, ആ കുട്ടിയുടെ സുരക്ഷിതത്വം ചോദ്യം ചെയ്യപ്പെടുന്നു, ആ കുട്ടിയുടെ സാമ്പത്തിക സുരക്ഷിതത്വം ചോദ്യം ചെയ്യപ്പെടുന്നു, ആ കുട്ടിയുടെ ശാരീരിക സുരക്ഷിതത്വം ചോദ്യം ചെയ്യപ്പെടുന്നു, ആ കുട്ടിയുടെ മാനസിക സുരക്ഷിതത്വം ചോദ്യം ചെയ്യപ്പെടുന്നു. പിതാവിന്റെ സംരക്ഷണമില്ല. പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നില്ല. കുടുംബ സംവിധാനങ്ങളിലൂടെയല്ല വളരുന്നത്. അതുകൊണ്ട് കുടുംബ മൂല്യങ്ങളെ കുറിച്ച് ആ കുട്ടിക്കൊന്നും അറിയില്ല. സ്നേഹം എന്താണെന്ന് ആ കുട്ടിക്കറിയില്ല, കാരുണ്യം എന്താണെന്ന് അറിയില്ല, അനുകമ്പ എന്താണെന്ന് അറിയില്ല, ജീവിതത്തിൽ പരസ്പരം സഹകരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. ജീവിതത്തിലെ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ആ പ്രശ്നങ്ങളെ എങ്ങനെ അതിജയിക്കണമെന്ന് ആ കുട്ടിക്കറിയില്ല. കാരണം കുട്ടി അങ്ങനത്തെ ഒരു ഫാമിലി വാല്യൂസ് കണ്ടിട്ടില്ല. ആ കുട്ടി അങ്ങനത്തെ ഒരു കുടുംബ സംവിധാനത്തിലൂടെ അല്ല വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെ ആ കുട്ടി മാനസികമായി വെല്ലുവിളികൾ നേരിടുന്നു. ആ കുട്ടി സമൂഹത്തിൽ ആന്റി സോഷ്യൽ ആവുന്നു. കുട്ടിക്ക് സ്നേഹത്തോടും കാരുണ്യത്തോടും വെറുപ്പുണ്ടാകുന്നു. കുടുംബ സംവിധാനത്തിലൂടെയല്ല വളർന്നു വന്നത് എന്നതുകൊണ്ട് ആ കുട്ടിയുടെ സന്താനോൽപാദനവും കുടുംബ സംവിധാനമല്ലാതെയായി നടക്കുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, തെരുവോരങ്ങളിൽ ഇത്രയേറെ ഭീകരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥ കണ്ടുകൊണ്ട് അദ്ദേഹം അനുഭവിച്ച പ്രയാസം, ഇസ്ലാം എന്ന ആദർശം അദ്ദേഹത്തിന് നൽകിയ മാറ്റം. ഞാനിത് പറഞ്ഞത്, നമുക്കൊന്നും മുറ്റത്തെ മുല്ലക്ക് മണല്ലാന്ന് സാധാരണ നമ്മൾ കേൾക്കാറുണ്ട്. നമുക്കറിയില്ല നമ്മുടെ കുടുംബ സംവിധാനങ്ങൾ എത്രത്തോളമാണ് നമ്മിൽ സ്വാധീനം ചെലുത്തുന്നത് എന്നുള്ളത്. കുടുംബമില്ല എന്നൊന്ന് ആലോചിക്കുക. കുടുംബമില്ലാതെ ജനിച്ചവരായിരുന്നു നമ്മളെങ്കിൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. കൃത്യമായ ഒരു ഫാദർ മദർ എന്ന കൃത്യമായ അഡ്രസ് ഇല്ലാതെ ജീവിച്ചവരായിരുന്നു നമ്മളെങ്കിൽ നമ്മൾ ഇന്നീ കാണുന്ന അവസ്ഥയിലെത്തുമായിരുന്നു. നമുക്ക് ഇന്ന് കാണുന്ന സുരക്ഷിതത്വവും മാനസിക സുരക്ഷിതത്വവും ശാരീരിക സുരക്ഷിതത്വവും നമുക്ക് ലഭിക്കുമായിരുന്നു? ഒരിക്കലുമില്ല.
ജാമിഅ നദീവയുടെ BEd കോളേജിൽ ഈ വർഷം അഡ്മിഷൻ എടുത്ത 100 കുട്ടികൾക്ക് ഒരു ക്ലാസ് എടുത്തു. ആ സമയത്ത് ആ കുട്ടികളോട് ഞാൻ ചോദിച്ചു, എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളിൽ 100% സ്വന്തമായി പണം ഉപയോഗിച്ചുകൊണ്ട് ഈ കോളേജിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളൊന്ന് കൈപൊന്തിച്ചേ. ഞാൻ വിചാരിച്ചു ചുരുങ്ങിയത് ഒരു 4-5 കുട്ടികളെങ്കിലും സ്വന്തമായാണ് ഞങ്ങളിവിടെ അഡ്മിഷൻ എടുത്തതെന്ന് പറയുന്നു. ബാക്കി 95% പറയും അല്ല. ഞാൻ ആ 95%ത്തെയാണ് ആഗ്രഹിച്ചുകൊണ്ടാണ് ചോദിച്ചത്. ഒരൊറ്റ കുട്ടി പോലും കൈയുയർത്തിയില്ല. എല്ലാ കുട്ടികളും കുടുംബത്തിൻ്റെ സുരക്ഷയോടെ കടന്നു വന്നവരാണ്. ഞാൻ ചോദിച്ചു, കുടുംബമില്ലായിരുന്നുവെങ്കിൽ നമ്മൾ നേടിയെടുത്ത വിദ്യാഭ്യാസം നമുക്ക് നേടിയെടുക്കാൻ കഴിയുമായിരുന്നോ? നമ്മൾ നേടിയെടുത്ത മാനസിക ധൈര്യം നമുക്ക് നേടിയെടുക്കാൻ കഴിയുമായിരുന്നോ? നമ്മൾ നമ്മുടെ മക്കളെ നോക്കുക. നമ്മുടെ മക്കൾ എവിടെ നിന്നാണ് സ്നേഹം പഠിക്കുന്നത്, കാരുണ്യം പഠിക്കുന്നത്, ജീവിതത്തിന്റെ മര്യാദകൾ പഠിക്കുന്നത്? എവിടെ നിന്നാണ് സൊസൈറ്റിയിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കുന്നത്? കുടുംബങ്ങളിൽ നിന്നാണ്. കുടുംബങ്ങളിൽ നിന്നാണ് നമ്മുടെ മക്കൾ വളർന്നു വരുന്നത്. കുടുംബാന്തരീക്ഷങ്ങളിൽ നിന്നാണ് നമ്മുടെ കുട്ടികൾ വളരുന്നത്. ആ കുടുംബാന്തരീക്ഷം ആ കുട്ടിക്ക് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അത് എത്രത്തോളം ഭീകരമായ രൂപത്തിലാണ് ആ കുട്ടികളെ ബാധിക്കുകയെന്ന്. ആന എന്ന് പറയുന്ന ജീവി 2 വർഷമാണ് ഗർഭകാലയളവ്. 2 വർഷം ഗർഭകാലയളവുള്ള ആന എന്ന ജീവി 8 വർഷത്തോളം തൻ്റെ കുഞ്ഞിനെ, ചിലപ്പോൾ 8 വർഷത്തിൽ കൂടും, 8 വർഷത്തോളം കൂടെ കൊണ്ടു നടക്കും. 10 വർഷമെടുക്കുന്ന പ്രോസസ്സിനൊടുവിലാണ് ആന എന്ന ആ ജീവിയെ കാട്ടിൽ ജീവിക്കാനുള്ള പാഠം പഠിപ്പിച്ചുകൊണ്ട് കാടിന്റെ പ്രശ്നങ്ങളോട് മല്ലിട്ട് എങ്ങനെ അതിജീവിക്കണമെന്ന് ഒരു ആനക്ക് അതിൻ്റെ അമ്മ കുടുംബമായിട്ടാണ് ജീവിക്കുന്നത്. ആനക്കൂട്ടങ്ങൾ, അമ്മയും കൂടെയുള്ള ആനകളും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഒരു കുഞ്ഞിനെ 10 കൊല്ലം കൊണ്ടാണ് കാട്ടിലെങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്നത്. എല്ലാ മൃഗങ്ങളും, അത് പുലിയാവട്ടെ സിംഹമാകട്ടെ, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പാഠം പകർന്നു കൊടുക്കുകയാണ് ആ കുടുംബങ്ങൾ. എങ്ങനെയാണ് കാടിന്റെ നിയമങ്ങൾ, എന്താണ് ഇര, എങ്ങനെ ഇരയെ പിടിക്കണം, രോഗം വന്നാൽ എങ്ങനെ പ്രതികരിക്കണം, അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ സ്വയം സുരക്ഷിതരാവണം എന്നിങ്ങനെ കുടുംബം നൽകുന്ന വിജ്ഞാനത്തിന്റെ കരുത്തിലാണ് ഈ മൃഗങ്ങളൊക്കെയും വളർന്നു വന്ന് കാടിന്റെ നിയമങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പഠിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നല്ല ഭക്ഷണം കൊടുത്ത് സൂല് വളർത്തുന്ന ഏതെങ്കിലും ഒരു മൃഗത്തെ, നല്ല ഭക്ഷണം കൊടുത്ത് കൃത്യമായ ആരോഗ്യം, കൃത്യമായ പരിചരണം കൊടുത്ത ഏതെങ്കിലും ഒരു മൃഗത്തെ കൊണ്ടുപോയി വയനാട് കാട്ടിൽ കൊണ്ടുപോയിട്ടാൽ ഒരൊറ്റ രാത്രി പോലും അതിജീവിക്കാൻ ആ മൃഗത്തിന് കഴിയില്ല. കാരണം ആ മൃഗം അതിനുവേണ്ടി വളർത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഞാനിത് പറഞ്ഞത് ഇത് തന്നെയാണ് കുടുംബമില്ലാതെ, പിതാവില്ലാതെ വളർന്നു വരുന്ന ഒരു കുട്ടിക്ക് സംഭവിക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കുറ്റവാളികളിൽ 80% എങ്ങനെ ഫാദർലെസ് ആകും? 80% ഈ കുറ്റകൃത്യങ്ങൾ ചെയ്ത 56 സ്കൂളുകളിലെ വെടിവെപ്പിൽ 80% കുട്ടികളും ഫാദർലെസ് ആണെന്ന് പറയുമ്പോൾ എവിടെയാണ് നമ്മൾക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടേണ്ടത്? ഗുരുതരമായ പ്രശ്നമാണ്. ഞാനിത് പറഞ്ഞത്, ഞാൻ എൻ്റെ വിഷയത്തിലെ അവസാന ഭാഗത്തേക്ക് കടന്നു പോവുകയാണ്. ഇവിടെയാണ് കുടുംബം എങ്ങനെയാണ് സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. കുടുംബങ്ങളിലെ പാകപ്പിഴവുകൾ ഓരോ കുട്ടിയുടെയും ജീവിതത്തെ ബാധിക്കും. കുടുംബാന്തരീക്ഷത്തിന്റെ മാനസിക ബലമായിരിക്കും ആ കുട്ടിയുടെ ബലം. നമ്മൾ സാധാരണ പറയാറില്ലേ, വിത്ത് ഗുണം 10 ഗുണം എന്നുള്ളത്. വിത്തിന്റെ ഗുണമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വളം കൊടുത്താലും വെള്ളം കൊടുത്താലും ആ വിത്ത് കരുത്തോടുകൂടി അതിന്റെ പൂർണ്ണ വളർച്ച പ്രാപിക്കൂ. വിത്ത് മോശമായാൽ നമ്മൾ നൽകുന്ന വളവും വെള്ളവും ഒന്നും അതിന് വേണ്ട രൂപത്തിൽ ബാധിക്കുകയില്ല. മുമ്പ് ഞാൻ പഠിപ്പിച്ച സ്ഥാപനത്തിലെ ഒരു വിദ്യാർത്ഥി, ഒരു വീട്ടിൽ നിന്ന് വരുന്ന 2 വിദ്യാർത്ഥികൾ. ആ 2 വിദ്യാർത്ഥികളിൽ ഒരു കുട്ടി അതീവ സമർത്ഥനാണ്, പഠനത്തിലേറെ മികവുള്ള ആളാണ്. പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങി. തൊട്ട് താഴെ 2 വർഷങ്ങൾക്കിപ്പുറത്ത് പഠിക്കുന്ന അതേ കുട്ടിയുടെ സഹോദരൻ, ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന 2 പേർ. രണ്ടാമനും ജ്യേഷ്ഠനെ പോലെ അതീവ ബുദ്ധി സാമർഥ്യമുള്ള കുട്ടിയാണ്. പക്ഷെ ചില സമയങ്ങളിൽ ആ കുട്ടി, ബുദ്ധി സാമർഥ്യം പ്രകടിപ്പിക്കുന്ന കുട്ടി, വളരെ ഡൗൺ ആവും. ചിലപ്പോൾ നീല കളർ കാണിച്ചു കൊടുത്തിട്ട് ഇത് ഏതാണ് കളർ എന്ന് ചോദിച്ചാൽ ആ കുട്ടി പറയും അത് റെഡാണ്, അല്ല ഗ്രീനാണ്. ഡിഗ്രി തലത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്.
ഈ ഒരു മെന്റാലിറ്റി കണ്ടിട്ട് ആ കുട്ടിയുടെ പിതാവില്ല, ഗ്രാൻഡ് ഫാദറാണ്, വല്യുപ്പയാണ് അവരെ പരിചരിക്കുന്നത്, ഉമ്മയുടെ ഉപ്പയാണ്. അയാളൊരു ഡോക്ടറാണ്, ഹോമിയോപ്പതിക് ഡോക്ടർ കൂടിയാണ്. അദ്ദേഹത്തോട് ഞാൻ ഈ വിഷയം ആരാഞ്ഞു, എന്തേ സംഭവിച്ചത്, ഈ കുട്ടിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ടല്ലോ. ചില സമയത്ത് കുട്ടി വളരെ ഉഷാറാണ്, ചില സമയത്ത് വളരെ ഡൗൺ ആണ്. ജ്യേഷ്ഠൻ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, എന്തെങ്കിലും കാരണമുണ്ടോ, മാനസികമായി എന്തെങ്കിലും പ്രയാസമുണ്ടോ കുട്ടിക്ക്? അദ്ദേഹം പറഞ്ഞ മറുപടി, എൻ്റെ മകൾ ഡൈവേഴ്സാണ്. എൻ്റെ മകൾ ആദ്യത്തെ മകനുണ്ടായി വളർന്നു വരുന്ന സമയത്തൊക്കെയും എൻ്റെ മകളും ഭർത്താവും തമ്മിലുള്ള ജീവിതം വളരെ ഓക്കെയാണ്, ഒരു പ്രശ്നവുമില്ല. രണ്ടാമത്തെ മകൻ ഗർഭം ചുമക്കുമ്പോഴാണ് അവർ തമ്മിലുള്ള പടലപ്പിണക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അവർ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ മൂർധന്യാവസ്ഥയിലാണ് ഈ കുട്ടി ജനിക്കുന്നത്. അതിൻ്റെ എല്ലാ പ്രയാസങ്ങളും ഈ കുട്ടി അനുഭവിക്കുന്നുണ്ട് എന്നയാൾ പറഞ്ഞു. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട വിഷയമാണ്. ഒരു മാതാവിൻ്റെ മാനസികാരോഗ്യം പോലും കുട്ടിയെ ബാധിക്കും. ഒരു മാതാവും പിതാവും തമ്മിലുള്ള വഴക്കുകൾ പോലും, ഗർഭകാലയളവിലെ വഴക്കുകൾ പോലും, പരസ്പരമുള്ള അഭിസംബോധനയും പരസ്പരമുള്ള ഒന്നിച്ചുള്ള ജീവിതത്തിലെ സ്ഖലിതങ്ങൾ പോലും കുഞ്ഞിനെ ബാധിക്കുമെന്ന് പഠനങ്ങൾ പറയുകയാണ്. ഇവിടെയാണ് കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. മക്കളെ നിർമ്മിക്കുക എന്നതിനേക്കാൾ അതീവ ഗൗരവകരമായ വിഷയമാണ് മക്കളെ പരിചരിക്കുക എന്നുള്ളത്. മക്കളെ എങ്ങനെ പരിചരിക്കണമെന്നറിയാത്തവർ മക്കളെ, സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് തന്നെ തെറ്റാണ് എന്ന് പറയുന്ന ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഇത്തരം വീക്ഷണങ്ങളുമുള്ള സാമൂഹികമായി കുടുംബപരമായ വിഷയങ്ങളിൽ ഇടപെടുന്ന ആളുകളുണ്ട്. എടുത്തു കണ്ട രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ചർച്ചയാണ്. കുടുംബങ്ങളിലെ പ്രശ്നങ്ങളെക്കുറിച്ചും കുട്ടികളെ എങ്ങനെ പാരന്റിങ് നടത്തണം എന്നുള്ള ചർച്ചയാണ്. അതിൽ അവിശ്വാസികളാണ് അവർ പറഞ്ഞൊരു വാക്കുണ്ട്, പാരന്റിങ് അറിയാത്തവർ മക്കൾ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. കാരണം ഒരു കുട്ടി വഴിതെറ്റിപ്പോവാനുള്ള 50% കാരണവും കുടുംബമാണ് എന്ന് പഠനങ്ങൾ പറയുന്നു. സൊസൈറ്റി 30% ഇടപെടുന്നതെങ്കിൽ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഇടപെടുന്നതിൽ 50%ഉം കുട്ടിയുടെ കുടുംബാന്തരീക്ഷമാണ്. 30% കുടുംബം ജീവിക്കുന്ന ചുറ്റുപാടാണ്. ചുറ്റുപാടും കുടുംബാന്തരീക്ഷവും വളരെ കൃത്യമായിട്ടും വഴിതെറ്റിപ്പോകുന്ന കുട്ടികളുടെ എണ്ണം തുച്ഛമാണ്. എന്നാൽ മക്കൾ നേരിടുന്ന വെല്ലുവിളികളിൽ 50%-ത്തിലധികവും കുടുംബപരമായ പ്രശ്നങ്ങൾ കൊണ്ടാണ്. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ദീന് പഠിപ്പിച്ചത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലയളവിൽ ഒരു പിതാവ് അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തിന് പരാതിയുണ്ട്, നമുക്കൊക്കെയുള്ള പരാതിയാണ്, മക്കളെ കുറിച്ചാണ് പരാതി. മകൻ പറഞ്ഞത് കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല എന്ന പരാതിയുമായി കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് കടന്നു വന്നു. ഉമർ ഈ പരാതിയൊക്കെ അങ്ങനെ കേട്ടു. അപ്പൊ പരാതി എങ്ങനെ പറഞ്ഞു, മോനെ കുറിച്ച് ഒക്കെ കേട്ടു. ആപ്പയോട് പറഞ്ഞു പോകരുത്. മോൻ അടുത്തുണ്ടോ? ആ ഉണ്ട്. മകനെ വിളിച്ചു വരുത്തി. ഉപ്പയുടെ സാന്നിധ്യത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു മകനെ ഉപദേശം കൊടുത്തു. ഒക്കെ കേട്ടു. ആ കുട്ടി ബാധ്യതകളെക്കുറിച്ച്, മാതാപിതാക്കളോടുള്ള കടമകളെക്കുറിച്ചൊക്കെ പ്രവാചകന്റെ വചനങ്ങളും, വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ വചനങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് ഉപദേശിച്ചു. ഇതൊക്കെ കേട്ടിട്ട് ആ കുട്ടി തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, അലൈസ ലിൽ വലദി ഹുഖൂഖുൻ അലാ വാലിദി, അലൈസ ലിൽ വലദി ഹുഖൂഖുൻ അലാ വാലിദി. ഉമർ, ഖലീഫ ഉമർ, യാ അമീറൽ മുഅ്മിനീൻ, കുട്ടിക്ക് മാതാപിതാക്കളോട് ബാധ്യത ഉണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ, മാതാപിതാക്കൾക്ക് കുട്ടികളോടും ചില ബാധ്യതകളില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബലാ, തീർച്ചയായും. വമാ ഹിയ യാ അമീറൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ, മാതാപിതാക്കൾ കുട്ടികളോട് കാണിക്കേണ്ട ബാധ്യതകളെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തന്നാലും. 3 കാര്യങ്ങൾ എണ്ണി പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒന്ന്, അയ്യൻ തഖിയ ഉമ്മ, തൻ്റെ കുഞ്ഞിന് യോജിക്കുന്ന ഒരു മാതാവിനെ കണ്ടെത്തണം. സ്വന്തം കുട്ടിയോട് ഞാൻ കാണിക്കേണ്ട ബാധ്യത, നമ്മൾ നമ്മുടെ മക്കളോട് കാണിക്കേണ്ട ഒന്നാമത്തെ കടമ നമ്മൾ വിവാഹിതരാവുന്നതിന് മുമ്പേയാണ് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. വിവാഹം കഴിക്കുന്നതിന് മുമ്പെയാണ് ഒരു ഉമ്മ തന്റെ കുഞ്ഞിനോടുള്ള ആദ്യത്തെ ബാധ്യത നിർവഹിക്കേണ്ടത്.
ഒരു പിതാവ് തന്റെ കുഞ്ഞിനോടുള്ള ആദ്യത്തെ ബാധ്യത നിർവഹിക്കേണ്ടത്, ഈ വ്യക്തിയോട് പറഞ്ഞു, ഒരു പിതാവ് കാണിക്കേണ്ട ബാധ്യത അയ്യന്തഖിയ ഉമ്മ, തന്റെ കുഞ്ഞിന് ജന്മം നൽകാൻ പാകതയുള്ള, പക്വതയുള്ള, ദീനുള്ള, സംസ്കാരമുള്ള ഒരു പെണ്ണിനെ തിരഞ്ഞെടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുൻകഹുൽ മർഅതു ലിഅർബഇൻ ലിദീനിഹാ വലിജമാലിഹാ വലിഹസബിഹാ വലിമാലിഹാ ഫൽഫർ ബിദാത്തിദ്ദീൻ തരിബത് യദാക്. ഒരു പെണ്ണ് വിവാഹം ചെയ്യപ്പെടും അവളുടെ സൗന്ദര്യത്തിന് വേണ്ടി, തറവാടിത്തത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി, ദീനിനു വേണ്ടി. ഫൽഫർ ബിദാത്തിദ്ദീൻ തരിബത് യദാക്. നിന്റെ കൈ മണ്ണിൽ പുരണ്ടാലും ശരി, ദീനുള്ള, സംസ്കാരമുള്ള, മാന്യതയുള്ള ഒരു സ്ത്രീക്ക് നീ പ്രാധാന്യം കൊടുത്തോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖതബ ഇലൈക്കും മൻ തർലൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജൂഹു. വീടിന്റെ വാതിൽക്കലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നു. അയാൾ കടന്നു വന്നുകൊണ്ട് നമ്മുടെ വീട്ടുകാരനായ നമ്മളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ചോദിക്കുന്നു, നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം കഴിപ്പിച്ചു തരുമോ? തർലൗന ദീനഹു, അയാളുടെ ദീൻ നിനക്കറിയാം. വഖുലുഖഹു വദീനഹു മൻ ഖതബ ഇലൈക്കും മൻ തർലൗന ദീനഹു വഖുലുഖഹു. സ്വഭാവം കൊണ്ട് അയാൾ മേന്മയുള്ളവനാണ്, ദീന കൊണ്ട് അയാൾ മേന്മയുള്ളവനാണ്. തന്റെ കുഞ്ഞിനെ കൈപിടിച്ചേൽപ്പിക്കാൻ മാത്രമുള്ള സ്വഭാവ ഗുണങ്ങളുള്ള ഒരു ചെറുപ്പക്കാരനാണെന്ന് കണ്ടാൽ ഫസവ്വിജൂഹു, നിങ്ങൾ വിവാഹം ചെയ്യിപ്പിച്ചു കൊടുക്കണം നിങ്ങളുടെ മകളെ. എന്നിട്ട് റസൂൽ പറഞ്ഞ വാക്കെന്താ അറിയോ? ഇല്ലാ തഫഅലൂ, നിങ്ങൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ തകുൻ ഫിത്നത്തുൻ വഫസാദുൻ അരീൽ എന്നാ പറയിച്ച്. വലിയ കുഴപ്പമുണ്ടാവും, വലിയ ഫസാദ് ഉണ്ടാവും കുടുംബത്തിൽ, നാട്ടിൽ വലിയ കുഴപ്പമുണ്ടാവും. എന്ത് ചെയ്തിട്ടില്ലെങ്കിൽ? ദീനുള്ള ഒരാൾ വീട്ടിൽ വന്ന് കുഞ്ഞിനെ ചോദിച്ചിട്ട് പെൺകുട്ടിയെ നമ്മൾ വിവാഹം ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ, അത് നാടൊട്ടാകെ ആ സമീപനം സ്വീകരിച്ചാൽ, വിവാഹത്തിന്റെ വിഷയത്തിൽ പരസ്പരം ചേരാത്തവരെ ചേർത്താൻ നോക്കിയാൽ, സമ്പത്തും സൗന്ദര്യവും ഭൗതികമായ സുഖസൗകര്യങ്ങളും മാത്രം നോക്കിക്കൊണ്ട് സ്ത്രീകൾ വിവാഹം ചെയ്യപ്പെടുന്ന, പുരുഷന്മാർ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കാലഘട്ടം വന്നാൽ അന്ന് ഫസാദിന്റെ തുടക്കമായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് നമ്മൾ ഒന്നാമത് തിരുത്തേണ്ടത്. അവിടെ തിരുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നീടുള്ള തിരുത്തലുകൾ പ്രയാസകരമാണ് എന്ന തിരിച്ചറിവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പകർന്നു തന്നത്. ഈ പറയാൻ നല്ല എളുപ്പമാണ്, കേൾക്കാനും എളുപ്പമാണ്. പ്രാവർത്തിക ലോകത്തേക്ക് കടന്നു വരുമ്പോൾ പ്രയാസം ഉണ്ടാക്കുക. ഡിഗ്രി തലത്തിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ പിതാവ്, പല കുട്ടികളും വിവാഹപ്രായമായി എത്തി നിൽക്കുമ്പോൾ രക്ഷിതാക്കൾ സമീപിച്ചുകൊണ്ട് നല്ലൊരു വരനെ വേണം, കുട്ടിക്കൊരു ഭർത്താവിനെ വേണമെന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു രക്ഷിതാവ് എന്നെ വന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ മകൾക്ക് വിവാഹപ്രായം, ഡിഗ്രി സെക്കൻഡ് ഇയർ തേർഡ് ഇയർ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ഒരു ഭർത്താവിനെ വേണം, നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അറിയിക്കണം, ദീനുള്ള സംസ്കാരമുള്ള ഒരാളാണ് വേണ്ടത്. ഓക്കെ, പ്രത്യേകിച്ചൊന്നും മറുപടി ഒന്നും പറയില്ല, നോക്കാം. ഗൗരവത്തിലുള്ള ചോദ്യമാണെങ്കിൽ അയാൾ പിന്നെയും വരും. അയാൾ വീണ്ടും വന്നു, വീണ്ടും ഇതേ കാര്യം പറഞ്ഞപ്പോൾ അയാൾ കുറച്ച് ഗൗരവത്തിലാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലായി. ഞാൻ അയാൾ തിരിച്ചു ചോദിച്ചു, ശരി, നിങ്ങൾക്ക് മകൾക്കൊരു ഭർത്താവിനെ വേണം, ദീന് വേണം, സംസ്കാരം വേണം, നിങ്ങളുടെ മകളെ വിശ്വസിച്ച് കൈപിടിച്ച് ഏൽപ്പിക്കാൻ കഴിയുന്ന തൻ്റേടിയായ ഒരു പുരുഷനാവണം, അത്രയല്ലേ? അങ്ങനെയുള്ള കുട്ടികളെ നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കൊരു മകളുണ്ടായിരുന്നെങ്കിൽ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന മക്കൾ ഞാൻ തന്നെ പഠിപ്പിച്ച കുട്ടികളുണ്ട്. സംസ്കാരമുണ്ട്, ദീനുണ്ട്, സ്വഭാവമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ അത് നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളെ തറവാടിത്തത്തിന് യോജിക്കണമെന്നില്ല, സമ്പത്തിന്റെ ബാങ്ക് ബാലൻസ് ചോദിക്കുമ്പോൾ ചില പ്രയാസം ഉണ്ടാവും. ഇതിലൊക്കെ നിങ്ങൾക്ക് സമ്മതാണോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അത് കുറച്ചൊക്കെ നോക്കണ്ടേ, എൻ്റെ കുട്ടിക്ക് ജീവിക്കാനുള്ളതല്ലേ, സമ്പത്തും തറവാടിത്തും, ഞങ്ങളെ തറവാട് കുറച്ചൊക്കെ ഉഷാറുള്ളതാണ്, അതിനൊക്കെ ഒരു യോജിക്കുന്ന തറവാടാവണ്ടേ എന്ന് അയാൾ മറുപടി പറഞ്ഞു. പിന്നെ അയാൾ എൻ്റെ മുമ്പിലേക്ക് ആ വിവാഹാലോചനക്ക് വേണ്ടി വന്നിട്ടില്ല. പിന്നീട് ആ കുട്ടിയുടെ ആ കുട്ടിയുടെ വിവാഹത്തിൻ്റെ ക്ഷണക്കത്താണ് എൻ്റെ മുമ്പിലേക്ക് എത്തുന്നത്. ഞാനിത് പറയുന്നത് ഇവിടെയാണ് നമുക്ക് പിഴക്കുന്നത്, ഇവിടെയാണ് നമ്മൾ പരിഹാരത്തിൻ്റെ ആദ്യത്തെ ഘട്ടം ആരംഭിക്കേണ്ടത്. രണ്ടാമത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൻ യുഹ്സിന അസ്മ, ബഹുമാനം തോന്നുന്ന രൂപത്തിൽ കുട്ടികളെ അഭിസംബോധന ചെയ്യണം, നല്ല പേര് വിളിക്കണം. അറബികൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, മോശം പേരുകൾ വിളിക്കും, മോശം പേരുകളും മോശം അഭിസംബോധന രീതികളുണ്ട്. വളരെ വൃത്തികെട്ട രൂപത്തിൽ മക്കളെ അഭിസംബോധന ചെയ്യും. നമ്മൾ മക്കളുടെ പേര് പോലും, അവരെ അഭിസംബോധന ചെയ്യുന്ന രീതി പോലും കുട്ടിയെ ബാധിക്കുന്നു എന്ന് പഠനങ്ങൾ പറയാണ്. എടാ പൊട്ട, എടാ വിഡ്ഢി, എടാ മണ്ട എന്ന പരാമർശം പോലും കുട്ടിയെ അപകർഷതാബോധത്തിലേക്ക് തള്ളിവിടുകയും
താൻ ഒന്നിനും കൊള്ളാത്തവനാണ്, താൻ ഒരു മന്ദനാണ് എന്ന് ചിന്തിപ്പിക്കാൻ ഒരു പിതാവിൻ്റെ വിളി കൊണ്ട് മാത്രം, ഒരു മാതാവിൻ്റെ അഭിസംബോധന കൊണ്ട് മാത്രം സംഭവിക്കും എന്നാണ് പറയുന്നത്. മൂന്നാമതോ അയ്യോ അല്ലിമഹുൽ കിതാബ്, അള്ളാന്റെ ദീന് പഠിപ്പിക്കണം. ഇത് മൂന്നും ആ കുട്ടി കേട്ടിട്ട് തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, അമ്മാ ഇന്നഹു ലം യഫ്അൽ ശൈഅൻ മിൻ ദാലിക്. ഈ വ്യക്തി എന്നോട് ഈ പറഞ്ഞ മൂന്നിൽ ഒരു കടമ പോലും നിർവഹിച്ചിട്ടില്ല. അമീറുൽ മുഅ്മിനീൻ, കാന ഉമ്മി സൗജതൻ ലിമജൂസിയിൻ. എൻ്റെ ഉമ്മ അദ്ദേഹത്തെ, എൻ്റെ ഉമ്മയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ്, എൻ്റെ ജന്മത്തിന് മുമ്പ്, എൻ്റെ ഉമ്മയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എൻ്റെ ഉമ്മ അഗ്നി ആരാധകനായ ഒരു മനുഷ്യന്റെ ഭാര്യയായിരുന്നു. സമ്പത്തും സൗന്ദര്യവും മാത്രം നോക്കിക്കൊണ്ടാണ് എൻ്റെ ഉമ്മയെ ഇയാൾ വിവാഹം കഴിച്ചത്. എൻ്റെ ഉമ്മക്ക് ഉമ്മയാകാനുള്ള ഒരു യോഗ്യതയുമില്ല. വസമ്മാനി ജുഅല, എൻ്റെ പിതാവ് എന്നെ വിളിക്കുന്നത് വണ്ടെന്നാണ്. ജുഅൽ, എൻ്റെ ഉപ്പ എന്നെ വണ്ടെന്നല്ലാതെ ഇന്ന് വരെ അഭിസംബോധന ചെയ്തിട്ടില്ല. മൂന്നാമത് വലം യുഅല്ലിംനി മിനൽ കിതാബി ശൈആ, ഈ മനുഷ്യൻ എന്നെ ദീന് ഒന്നും പഠിപ്പിച്ചിട്ടില്ല, അള്ളാന്റെ കിതാബ് ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഇത് കേട്ടിട്ട് ഉമർ റളിയല്ലാഹു അൻഹു നേരെ ബാപ്പാന്റെ നേരെ തിരിഞ്ഞെന്ന് എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, അജിഅത ഇലയ്യ തശ്കു ഉഖൂഖ ഇബ്നിക്, നീ നിന്റെ മോന് നിന്നോട് അനുസരണക്കേട് കാണിക്കുന്നു എന്ന് എന്നോട് പരാതി പറയാൻ എന്താ? വഖദ് അഖഖ്തഹു ഖബ്ല അൻ യഉഖക്, നിന്നോട് അവൻ അനുസരണക്കേട് കാണിക്കുന്നതിന് മുമ്പ് നീ നിന്റെ മോനോട് അനുസരണക്കേട് കാണിച്ചിട്ടുണ്ട്. വഅസഅത ഇലൈഹി ഖബ്ല അൻ യുസിഅ ഇലൈക്, അവൻ നിന്നോട് മോശമായി പെരുമാറുന്നതിന് മുമ്പ് നീ നിന്റെ കുട്ടിയോട് മോശമായി പെരുമാറിയിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിക്കുക, നമ്മളാണോ തിരുത്തേണ്ടത്, നമ്മുടെ സന്താനങ്ങളെയാണോ നമ്മൾ തിരുത്തേണ്ടത് എന്നുള്ളത്. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിക്കുന്നത്. നോക്കി, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കാര്യങ്ങൾ കൂടി അതിലേക്ക് ചേർത്ത് വെക്കുകയാണ്, അവസാനിപ്പിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബത്തെ എങ്ങനെയാണ് വളർത്തിയത് എന്നതിന്റെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് കാണാം. പ്രവാചകൻ എന്ന പിതാവിനെ പഠിക്കണം, പ്രവാചകൻ എന്ന ഭർത്താവിനെ പഠിക്കണം, പ്രവാചകൻ എന്ന കുടുംബനാഥനെ നമ്മൾ പഠിക്കണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫോർവേഡാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാര്യങ്ങളെ എത്ര സുന്ദരമായി കൊണ്ടാണ് കൈകാര്യം ചെയ്തത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമതായി നമ്മുടെ കുടുംബ ബന്ധങ്ങളിലെ സുരക്ഷിതത്വത്തിനും സമാധാനത്തിനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്ന ചില പാഠങ്ങളുണ്ട്. ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുടുംബങ്ങളിൽ സ്നേഹം പ്രസരിപ്പിക്കണമെന്ന്. കുടുംബങ്ങളിൽ സ്നേഹം പ്രസരിപ്പിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക. സ്നേഹിക്കണം എന്നല്ല, നമ്മുടെ മക്കൾക്ക് നമുക്ക് നമ്മുടെ മക്കളോടും നമ്മുടെ മക്കൾക്ക് നമ്മളോടുള്ള ഇഷ്ടം ആർക്കാ നിഷേധിക്കാൻ കഴിയുക? ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് പരാജയം സംഭവിക്കുന്ന ഒരു മേഖല ഏതെന്നറിയോ? നമ്മുടെ മക്കളോടുള്ള ഇഷ്ടം ഖൽബിൻ്റെ ഉള്ളിൽ നമ്മൾ തായിട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ്, പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. ഭാര്യയോട്, ഭർത്താവിനോട്, കുടുംബാംഗങ്ങളോട്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ അഹബ്ബ റജുലു അഖാഹു ഫൽയുഖ്ബിറുഹു അന്നഹു യുഹിബ്ബു. ഒരു വ്യക്തി തൻ്റെ സഹോദരനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അയാളോട് പറയണം, താങ്കളെ എനിക്കിഷ്ടാണ്. ഇഷ്ടം പ്രകടിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരിക്കലും സ്വഹാബി പ്രവാചകനോട് സംസാരിച്ചുകൊണ്ടിരിക്കെ മൂന്നാമതൊരാൾ ഇങ്ങനെ കടന്നുപോയി. അയാൾ മറ്റൊരു സ്വഹാബിയാണ്. കടന്നുപോയപ്പോൾ റസൂലിനോട് സലാം പറഞ്ഞ അയാൾ അങ്ങ് പോയി. നബിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി ലഉഹിബ്ബു ഹാദാ, പ്രവാചകരെ ഈ കടന്നു പോകുന്ന വ്യക്തിയെ എനിക്കിഷ്ടമാണ്, അയാൾ ഇന്ന സ്വഭാവങ്ങളും വ്യക്തിത്വമുള്ള ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അഅലംതഹു, നമ്മളോടാണ് ചോദിച്ചത്, നിങ്ങൾ വിചാരിച്ചു നോക്കി. നമ്മുടെ മഹല്ലിലെ പ്രസിഡന്റിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ മഹല്ലിലെ സെക്രട്ടറിനെ കുറിച്ച്, നമ്മുടെ മഹല്ലിലെ ഖത്തീബിനെ കുറിച്ച്, നമ്മുടെ മഹല്ലിലെ ഒരു സാധാരണക്കാരനെ കുറിച്ച്, ഒരു പ്രവർത്തകനെ കുറിച്ച് നമ്മളോട് ഒരാൾ വന്ന് പറയാണ്, അയാളെനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, അയാളുടെ സ്വഭാവം, അയാളുടെ വ്യക്തിത്വം, അയാളുടെ ഇടപെടൽ, അയാൾ ഒരാളെ സഹായിക്കുന്ന രീതി നമ്മളോട് വന്ന് പറഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക? അവിടെ തീർന്നല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തെന്താ അറിയാം? അഅലംതഹു, ശരി നീ എന്നോട് ഇതൊക്കെ പറഞ്ഞു, ശരി, പക്ഷെ അത് ആദ്യം പറയേണ്ടത് ആരോടാണ്? അയാളോടല്ലേ പറയേണ്ടത്? അയാളോടത് പറഞ്ഞണോ? അയാളോടൊരു വാക്കുകൊണ്ട് പ്രശംസിക്കാനും നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ വ്യക്തിത്വവും എനിക്ക് ഇഷ്ടമാണെന്നും പറയാൻ നീ സമയം കണ്ടെത്തിയണോ? അയാൾ പറഞ്ഞു, മാ അലംതു, ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലിമുഹു, പോയി പറ. അയാൾ പിന്നാലെ ഓടി
വാഹനപ്പുറത്താണ് സഞ്ചരിക്കുന്നത്, വിളിച്ചു നിർത്തി എന്നിട്ട് പറഞ്ഞു ഇന്നി ഉഹിബ്ബുക ഫില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. ആ സമയത്ത് ആൾ തിരിച്ചു പറയാണ് അഹബ്ബകല്ലദി അഹ്ബബ്തനീ ല, നീ ആർക്ക് വേണ്ടിയാണോ എന്നെ ഇഷ്ടപ്പെട്ടത് അവൻ നിന്നെ ഇഷ്ടപ്പെടട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാഠമാണ്, കുടുംബങ്ങളിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട പാഠമാണ്. നമ്മുടെ മക്കളോട്, നമ്മുടെ ഭാര്യയോട്, നമ്മുടെ ഭർത്താവിനോട്, നമ്മുടെ കുടുംബാംഗങ്ങളോട് പരസ്പരമുള്ള സ്നേഹം മറച്ചുവെക്കാതെ പ്രകടിപ്പിക്കണമെന്നുള്ളത് വാക്കുകൊണ്ട്, നോട്ടം കൊണ്ട്, ഇടപെടൽ കൊണ്ട്, തലോടൽ കൊണ്ട്, ചുംബനം കൊണ്ട് എങ്ങനെയാണ് തൻ്റെ മക്കളെ, തൻ്റെ കുടുംബാംഗങ്ങളെ താൻ ഇഷ്ടപ്പെടുന്നതെന്ന് ഒരു കുടുംബനാഥനും കുടുംബാംഗങ്ങളും പരസ്പരം പ്രകടിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തുള്ള ആത്മഹത്യകളുടെ മുഴുവൻ കാരണം എന്താ അറിയോ? ലോകത്ത് നടക്കുന്ന ആത്മഹത്യകളുടെ അടിസ്ഥാനപരമായ ബേസിക് കാരണം എന്താണെന്ന് നോക്കിയാൽ അതിനെക്കുറിച്ച് പഠനം നടത്തിയ ആളുകൾ പറയുന്നത് ബേസിക് റീസൺ ഒന്നാണ്. അയാളെന്തിനാ ആത്മഹത്യ ചെയ്ത്? കടബാധ്യത. അയാളെന്തിനാ ആത്മഹത്യ ചെയ്ത്? കുറേ കാലം ഈ രോഗക്കിടക്കിലിങ്ങനെ ചികിത്സ ചെയ്ത് ഒരു മാർഗവുമില്ല. മറ്റയാളെന്താ ആത്മഹത്യ ചെയ്ത്? അയാളെ കുടുംബം ഭയങ്കര പ്രശ്നമായി, മക്കളെല്ലാം വളരെ മോശമായി, ഖലാസ്. പല കാരണങ്ങൾ നമ്മൾ പറയും, പക്ഷെ ഇതിൻ്റെയൊക്കെ ബേസിക് കാരണം ഒന്നാണ്. എന്താ കാരണം? ഒരു മനുഷ്യൻ എത്ര കടബാധ്യതനായാലും, എത്ര പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളാണെങ്കിലും കൂടെ നിൽക്കാനും സ്നേഹിക്കാനും ആത്മാർത്ഥമായി പിന്തുണ നൽകാനും തൻ്റെ കൂടെ ആളുണ്ടെന്നൊരാൾക്ക് തോന്നിയാൽ അയാൾ ജീവിക്കാൻ കൊതിക്കല്ലാതെ മരിക്കാൻ കൊതിക്കൂല എന്നാ. അയാൾ കടബാധ്യത കൊണ്ടല്ല ആത്മഹത്യ ചെയ്തത്. കടബാധ്യതയിൽ നിൽക്കുമ്പോൾ പോലും സമാധാനത്തിന്റെ, ശാന്തിയുടെ വാക്ക് പറയേണ്ട സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ആരും തൻ്റെ കൂടെയില്ല എന്ന ഒറ്റപ്പെടൽ കൊണ്ടാണ് അയാൾ അഭയം തേടിയത് ആത്മഹത്യയിൽ. അയാൾ രോഗം കൊണ്ടല്ല മരിച്ചത്. ആശുപത്രി കിടക്കയിൽ ശരീരം നുറുങ്ങുന്ന വേദനയിലാണെങ്കിലും തന്നെ ഒരു ഭാരമല്ലാതെ ലാളിക്കുന്ന, സ്നേഹിക്കുന്ന, താൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം കുടുംബാംഗങ്ങളും ഒരു കൂട്ടം സുഹൃത്തുക്കളും തനിക്കുണ്ടെന്നൊരാൾക്ക് തോന്നിയാൽ അയാൾ രോഗക്കിടക്കയിൽ ഒരിക്കലും മരിക്കണം എന്ന് ആഗ്രഹിക്കൂല എന്നാ. ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മഹത്യക്കുള്ള പരിഹാരമാണ് പറഞ്ഞത്. പരസ്പരമുള്ള സ്നേഹം പ്രകടിപ്പിക്കണം. ഇനി നോക്കി, ഫാത്തിമ റളിയല്ലാഹു അൻഹയുമായി കൊണ്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധം, നമ്മുടെ മക്കളുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഒന്ന് ആലോചിച്ച് നോക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകളാണ് ഫാത്തിമതു ഖിത്അതു കബദി, ഫാത്തിമതു ബിളഅതും മിന്നി മൻ അബ്ഗലഹാ ഫഖദ് അബ്ഗലനി, ഫാത്തിമതു ഉമ്മു അബീഹ. 3 വാക്കാ. ഫാത്തിമതു ഖിത്അതു കബദി, ഫാത്തിമ എൻ്റെ കരളിന്റെ കഷ്ണാണ്, എൻ്റെ കരളിന്റെ കഷ്ണാണ്. ഫാത്തിമതു ബിളഅതും മിന്നി, ഫാത്തിമ എൻ്റെ അംശമാണ്. മൻ അബ്ഗലഹാ ഫഖദ് അബ്ഗലനി, എൻ്റെ മോളെ ആരെങ്കിലും കോപിപ്പിച്ചാൽ അവൻ എന്നെയാണ് കോപിപ്പിച്ചത്. ഫാത്തിമത്തു ഉമ്മു അബീഹ, ഫാത്തിമോളെ വാപ്പാന്റെ അമ്മാണ്. ഫാത്തിമത്തു ഉമ്മു അബീഹ, ഫാത്തിമോളെ വാപ്പാന്റെ അമ്മാണ്. എന്താണ് ആ പ്രയോഗം നോക്കിങ്ങൾ? തൻ്റെ മകൾക്ക് തന്നോടുള്ള ഇഷ്ടവും തന്നോടുള്ള പരിചരണവും കണ്ടുകൊണ്ട് റസൂൽ പറഞ്ഞ വാക്കാണ്. എൻ്റെ ഉമ്മ ആമിന 6 വയസ്സുവരെ എന്നെ പരിചരിച്ചതുപോലെയാണ് എൻ്റെ മോൾ എന്നെ പരിചരിക്കുന്നത് എന്ന് ആരോടാ പറഞ്ഞത്? ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചെവിയിൽ പോയിട്ട് തലയിണ മന്ത്രമായി പറഞ്ഞതല്ല. തൻ്റെ മകളെക്കുറിച്ച്, നമ്മളെ മക്കളെ കുറിച്ച് പറയാറുണ്ട്. സഹോദരനോട് പറയും, സഹോദരിയോട് പറയും, കൂട്ടുകാരോട് പറയും, മോള് ഷാറാട്ടോ, ഭയങ്കര ഷാറാ, മോന് ഷാറാട്ടോ. പക്ഷെ ഒരിക്കൽ പോലും നമ്മൾ നമ്മുടെ മക്കളുടെ മുമ്പിൽ വെച്ചുകൊണ്ടത് പറയാൻ നമുക്ക് സാധിച്ചിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത് ഫാത്തിമ കാണുകയാണ്, കേൾക്കുകയാണ്. ഫാത്തിമ അതിൽ ആനന്ദം കൊള്ളുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പരാതിയുമായി കടന്നു വരുന്ന ഫാത്തിമയെ, പ്രവാചകന്റെ അടുക്കലേക്ക് സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടി കടന്നു വരുന്ന ഫാത്തിമയെ റസൂൽ എങ്ങനെയാണ് സ്വീകരിച്ചതെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. ഇദാ ഖാമ ഇലൈഹ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ എങ്ങാനും വീട്ടിലേക്ക് വന്നാൽ ഖാമ ഇലൈഹ, എഴുന്നേറ്റ് ചെല്ലും. വ അഖദ ബിയദിഹ, കൈക്ക് പിടിക്കും. വ ഖബ്ബലഹ, ഉമ്മ വെക്കും. വ അജ്ലസഹ ഫീ മജ്ലിസി, കൊണ്ടുവന്ന് തൻ്റെ ഇരിപ്പിടത്തിന് സമീപത്ത് ഇരുത്തിയിട്ട് വിവരങ്ങൾ ചോദിക്കും. എന്താ ഫാത്തിമ വീട്ടിലെ വിവരം? അലിയുടെ വിവരം എന്താ? മക്കളെ വിവരം എന്താ? ഹസന്റെ വർത്താനം എന്താ? ഹുസൈൻ്റെ വർത്താനം എന്താ? ഇതൊക്കെ ചോദിച്ചിട്ടാണ് മോളകത്തേക്ക് വിടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം LKG UKG ക്ലാസ് കഴിഞ്ഞ് വരുന്ന മോളെ കുറിച്ചല്ല പറഞ്ഞത്. ഹസൻ ഹുസൈൻ എന്ന് പറഞ്ഞ 2 മക്കളുടെ ഉമ്മയെ എങ്ങനെയാണ് ഒരു ബാപ്പ സ്വന്തം മോളെ സ്വീകരിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആലോചിച്ച് നോക്കി, 5, 7, 8 വയസ്സ് കഴിഞ്ഞിട്ട് തൻ്റെ മക്കൾക്ക് ഉമ്മ കൊടുത്ത എത്ര ഉപ്പമാര്, എത്ര ഉമ്മമാരെൻ്റെ മുമ്പിലുണ്ടെന്ന് ഞാൻ ചോദിച്ചാൽ എത്ര പേര് കൈപൊക്കണ്ട? നമ്മൾ ആലോചിച്ച് നോക്കി. 5ാം ക്ലാസ്സോ 7ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ 10ാം ക്ലാസ്സോ കഴിഞ്ഞ
തൻ്റെ മക്കൾക്ക് നെറ്റിയിൽ സ്നേഹത്തോടുകൂടി തൻ്റെ മകൾക്ക് തൻ്റെ മകന് മുത്തം കൊടുത്ത ചേർത്തു പിടിക്കുന്ന അടുത്തിരുത്തുന്ന സ്പർശനം നൽകുന്ന എത്ര ഉമ്മമാരും ഉപ്പമാരും നമുക്കിടയിലുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ പുരോഗമനം എവിടെ കിടക്കുന്നത്, റസൂലിന്റെ പുരോഗമനം എവിടെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഫാത്തിമയെ സ്വീകരിക്കണം. ഫാത്തിമ പരാതിയായി വന്നു. റസൂലേ, അലി റളിയല്ലാഹു അൻഹു, അലി ഇങ്ങനെയാണ് പെരുമാറുന്നത് ഒക്കെ കേട്ടു. നോക്കി എത്ര കൃത്യമായിട്ടാ പരിചരണം. ഒന്നും മിണ്ടിയില്ല റസൂലുള്ളാഹി. അലിയെ കുറിച്ചുള്ള പരാതി മുഴുവൻ കേട്ടു. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇങ്ങനെ പരാതി പറയാണ്. ഏത് മക്കളും സ്വാഭാവികമാണ്, കുടുംബങ്ങളിൽ ഉണ്ടാവുന്നതാണ്. തന്റെ മകൾ വന്നുകൊണ്ട് ഭർത്താവിനെ കുറിച്ച് പരാതി പറയുമ്പോൾ റസൂൽ അതൊക്കെ കേട്ടു. എന്നിട്ട് ഒറ്റ വാക്ക പറഞ്ഞത്, ഫാത്തിമത്തു ബിളഅത്തും മിന്നി, ഫാത്തിമ എൻ്റെ കരളിന്റെ കഷണാണ്, എൻ്റെ അംശമാണ്. ബിളഅത്തും മിന്നി മൻ അബ്ഗലഹാ ഫഖദ് അബ്ഗലനി, എൻ്റെ മോളെ ആരെങ്കിലും കോപിപ്പിച്ചാൽ അവൻ എന്നെയാണ് കോപിപ്പിച്ചത്. മോൾക്ക് അത്രേ വേണ്ടുള്ളൂ, മോളത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. മോളെ കൂടെ വാപ്പുണ്ട് ഉമ്മ ഉണ്ട് നമുക്ക് തോന്നണം. പരാതിക്ക് നമ്മൾ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ട യാതൊരു ആവശ്യമില്ല. പല പരാതികളുടെയും പരിഹാരം അത് കേൾക്കുക എന്നുള്ളതാണ്. കേട്ടാൽ തീരുന്നതാണ് നമ്മുടെ കുടുംബങ്ങളിലെ പല പരാതികളും. ഒട്ടുമിക്ക പരാതികളും കേട്ടാൽ തീരുന്നതാണ്. എന്നിട്ടോ പരാതി കേട്ടിട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടി പോവാണ് വാപ്പ മദീനത്തെ പള്ളിയിലേക്ക്. അലിയെ തപ്പി, അലി വീട്ടിലില്ല. അന്വേഷിച്ച് പറഞ്ഞു അലി പള്ളിക്ക് പോയത് കണ്ടാണ്. ചെന്നു, മരോനെ വിളിച്ചു, യാ അലി യാ അബാ തുറാബ്, മണ്ണിൽ പുരണ്ട് കിടക്കുന്നവനെ, എന്താടാ ഈ ചെറിയ കാര്യത്തിനൊക്കെ വന്നിട്ട് ഇവിടെ വന്ന് കിടക്കുകയാണോ, ഒഴിവാക്ക്. ഇത്രയേ ഉള്ളൂ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപനം. ഇതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സ്നേഹം അറിയിക്കണം, സ്നേഹം പ്രകടിപ്പിക്കണം. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ റളിയല്ലാഹു അൻഹു ചുംബിച്ചു. അഖ്റ ഇബ്നു ഹാബിസ് തമീമി എന്ന കാട്ടർബിയായ ഒരു മനുഷ്യനടുത്തുണ്ട്. അയാൾ ഗ്രാമവാസിയാ, കുറച്ച് റിജഡാണ് ആള്, ഭയങ്കര കാർക്കശിക്കാരനാണ്, നാടൻ കാക്കാന്നൊക്കെ പറയില്ലേ. സ്നേഹവും ഇതൊക്കെ ഉണ്ട്, പക്ഷെ സ്നേഹമൊക്കെ ദേഷ്യപ്പെടലാണ് അയാളുടെ സ്നേഹം എന്ന് പറയും പോലുള്ള ഒരു മനുഷ്യൻ, പച്ചയായ ഒരു നാടൻ കാക്ക, അഖ്റ ഇബ്നു ഹാബിസ് തമീമി. അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഹസൻ റളിയല്ലാഹു അൻഹു ഓടി വന്നപ്പോൾ റസൂൽ എടുത്ത് ഉമ്മ വെച്ചു. അയാൾക്ക് അത്ഭുതമായി. റസൂൽ നിങ്ങൾ ഉമ്മ വെക്കേ മോന പേരക്കുട്ടിന? ഇന്നലി അശറത മിനൽ ഔലാദ് മാ ഖബ്ബൽതു മിൻഹും അഹദ, എനിക്ക് 10 കുട്ടികളുണ്ട്, ഒറ്റ കുട്ടിനെ ഞാൻ ഇതുവരെ ഉമ്മ വെച്ചില്ല. അഭിമാനായിട്ട് പറയാണ്, ഞാൻ നല്ലൊരു ബാപ്പയാണ്, ഞാൻ ഭയങ്കര ദേഷ്യക്കാരനാണ്, ഞാൻ 10 മക്കളുണ്ടായിട്ട് ഒറ്റ ഒന്നിന് ഇതുവരെ ഉമ്മ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞ വാക്കെന്താ അറിയോ? ലാ യുർഹം മല്ലാ യർഹം, കരുണ കാണിക്കാത്തവനോട് അള്ള കരുണ കാണിക്കൂല എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രണ്ടാമത്തെ വിഷയം അതുകൂടി പറയണം, ഞാൻ അവസാനിപ്പിക്കാം. രണ്ടാമത്തെ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരിഗണിക്കുക, പരിഗണിക്കുക, പരിഗണിക്കുക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻസിലുന്നാസ മനാസിലഹും, ആളുകൾക്ക് നൽകേണ്ട സ്ഥാനം നൽകണം. വാപ്പാക്ക് വാപ്പാന്റെ സ്ഥാനം കൊടുക്കണം, ഉമ്മാക്ക് ഉമ്മാന്റെ സ്ഥാനം കൊടുക്കണം, മക്കൾക്ക് മക്കളുടെ സ്ഥാനം കൊടുക്കണം. അൻസിലുന്നാസ മനാസിലഹും, ജനങ്ങൾക്ക് നൽകേണ്ട സ്ഥാനം കൊടുക്കണം. ആളുകൾ പല സ്വഭാവം, ജനങ്ങൾ പല സ്വഭാവം. ചിലപ്പോൾ നമ്മൾ കല്യാണത്തിന് വിളിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കും, നമ്മൾ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ ഓനോടായി ആലോചിച്ചിട്ടുണ്ടാകുക. പക്ഷെ കല്യാണത്തിന് ഓനെ പ്രത്യേകം പോയി വിളിക്കാൻ നമ്മൾ ചിന്തിച്ചില്ല. നമ്മൾ ഓനെ വിളിക്കേണ്ട ഒരാളല്ല, ഓൻ കുടുംബാംഗാണെന്നുള്ള നിലക്കേക്ക് നമ്മൾ കണ്ടിട്ടുണ്ടാകുക. അത് മനസ്സിലാകുന്ന സുഹൃത്തുക്കൾ നമുക്കുണ്ടാവും. ഓനെ നമ്മൾ വിളിച്ചില്ലെങ്കിൽ അതൊന്നും പ്രശ്നമല്ല, ഓൻ തലേന്ന് പന്തലിട്ടാനും വീട്ടത്തെ കാര്യത്തിനൊക്കെ സജീവമായിട്ടുണ്ടാവും. അതൊരു സ്വഭാവമാണ്. പക്ഷെ വേറെ ചില ആൾക്കാരുണ്ടാവും, വിളിച്ചാൽ പോരാ, വീട്ടിൽ ചെന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. അൻസിലുന്നാസ മനാസിലവും, ആളുകളുടെ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടണം, ആളുകളോട് പെരുമാറേണ്ട രൂപത്തിൽ ഇടപെടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് ഇടപെട്ടത് ആ രൂപത്തിലായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു, നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരൊറ്റ ഉദാഹരണം വിഷയത്തിൽ പറഞ്ഞാൽ അതിന്റെ ഗൗരവം മനസ്സിലാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തെ പള്ളി നമ്മൾ ഉദാഹരണം എടുക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തെ പള്ളി VVIPകളുടെ സംഗമ കേന്ദ്രമാണ്. കാരണം അത് നമ്മുടെ ഇടവണ്ണ പള്ളി പോലുള്ള ഒരു പള്ളിയല്ലല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തെ പള്ളിയാണ് ആ നാടിന്റെ ഭരണസിരാ കേന്ദ്രം, പാർലമെന്റ്, നിയമനിർമ്മാണ സഭ. ആ നാടിന്റെ കോടതി പ്രവാചകന്റെ മദീനത്തെ പള്ളിയാണ്. അവിടെയാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്ന, ക്രിമിനൽ കുറ്റങ്ങൾക്കടക്കം വിധി നിശ്ചയിക്കുന്ന ക്രിമിനൽ കോടതി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയാണ് സർവകലാശാല. അറിവന്വേഷിച്ച് വിജ്ഞാനം അന്വേഷിച്ച് വരുന്നവർക്ക് വിജ്ഞാനദാഹം അകറ്റാൻ അവിടെയുള്ള ഏക സ്ഥാപനം പ്രവാചകന്റെ മദീനത്തെ പള്ളി.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തെ പള്ളിയാണ് പലപ്പോഴും കുറ്റവാളികളായ ആളുകളെ കൊണ്ടുവന്ന് പെരുമാറുന്ന സ്ഥലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തെ പള്ളിയാണ് രാജ്യത്തിന്റെ നിയമങ്ങളും കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന സ്ഥലം. പ്രവാചകന്റെ മദീനത്തെ പള്ളിയാണ് പ്രവാചകന്റെ സൈനിക മുന്നേറ്റങ്ങൾക്ക് കാര്യനിർദ്ദേശം നൽകുന്ന ഖാലിദ് ഇബ്നു വലീദിനെ പോലെയുള്ള, സഅദ് ഇബ്നു അബി വഖാസിനെ പോലെയുള്ള, ഉസാമയെ പോലെ റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരെ പോലെയുള്ള സൈനിക നേതൃത്വത്തിന് നിർദ്ദേശം നൽകുന്ന സ്ഥലം പ്രവാചകന്റെ മദീനത്തെ പള്ളിയാണ്. എത്ര തിരക്കുണ്ടായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ, അവരുടെ പ്രതിനിധികൾ, പ്രവാചകൻ എത്ര തിരക്ക് പിടിച്ചൊരു വ്യക്തിത്വമാണ്. VVIP ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. എന്നിട്ട് പോലും പ്രവാചകൻ പള്ളിയിൽ വരുന്നവരെ മുഴുവൻ പരിഗണിച്ചു എന്നുള്ളതാണ് പ്രവാചകന്റെ വിജയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന പ്രവാചകന്റെ ഖാദിമായ അനസ് ഇബ്നു മാലിക് എന്ന പ്രവാചകന്റെ സേവകനായ അനസ് ഇബ്നു മാലിക്കിന്റെ ഒരു ചെറിയ അനുജനുണ്ട്, അബൂ ഉമൈർ എന്ന പേര്. മദീനയിലേക്ക് പ്രവാചകൻ കടന്നു വരുന്ന ആ ദിവസമാണ് അബൂ ഉമൈറിന്റെ ജന്മം. അബൂ ഉമൈറിന്റെ ജന്മത്തെ തുടർന്ന് ഉമ്മ ആ കുഞ്ഞിനെ കൊടുത്തേക്കുന്നുണ്ട് റസൂലിന്റെ അടുക്കലേക്ക്. റസൂലാണ് ആ കുഞ്ഞിന്റെ വായിലേക്ക് ആദ്യമായി ഈത്തപ്പഴം തന്റെ വായിൽ വെച്ച് ചവച്ച് അതിന്റെ ഉമിനീരോടുകൂടി ആ കുഞ്ഞിന്റെ വായിലേക്ക് ആദ്യം മരുന്ന് ആ ഭക്ഷണം വെച്ചു കൊടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയാണ്. ആ അബൂ ഉമൈർ 3-4 വയസ്സേ ഉള്ളൂ ആ കുട്ടിക്ക് എന്ന് ഈ സംഭവം നടക്കുമ്പോൾ. സംഭവം മദീനയിലേക്ക് സ്ഥിരമായി നിസ്കരിക്കാൻ തന്റെ സഹോദരന്റെ കൈ പിടിച്ചു വരുന്ന അബൂ ഉമൈറിനെ റസൂല് പള്ളിയിൽ കാണുന്നില്ല. അബൂ ഉമൈറിനെ തീരെ കാണാതായിരുന്നപ്പോൾ റസൂല് ചോദിച്ചു, മാ ഫഅല അബൂ ഉമൈർ, അനസേ അബൂ ഉമൈറിന് എന്ത് പറ്റി, പള്ളിയിലൊന്നും കാണുന്നില്ലല്ലോനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് അബൂ ഉമൈറിനെ കുറിച്ച് അനസ് ഇബ്നു മാലിക് പറഞ്ഞു, റസൂലേ അബൂ ഉമൈറിന്റെ കയ്യിലൊരു കുരുവി ഉണ്ടായിരുന്നു, അത് ചത്തുപോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ കുടുംബത്തിലൊക്കെ സംഭവിക്കുന്ന നമ്മുടെ മക്കളുടെ ചെറിയ ചെറിയ ദുഃഖങ്ങൾ, നമുക്കത് ചെറിയ ചെറിയ ദുഃഖങ്ങളാണ്. അവർ ഓമനിച്ചു വളർത്തുന്ന മൃഗങ്ങൾ, അവരുടെ സ്വകാര്യ കളിപ്പാട്ടങ്ങൾ, ഇതൊക്കെ തകരുമ്പോൾ, പൊട്ടുമ്പോൾ, നഷ്ടപ്പെടുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദന. അബൂ ഉമൈറിന്റെ അബൂ ഉമൈറിന്റെ പ്രശ്നം കേട്ടപ്പോൾ റസൂൽ എന്താ ചെയ്തറിയോ? ചെന്നു അബൂ ഉമൈറിനെ കണ്ടു. യാ അബാ ഉമൈർ മാ ഫഅലൻ നുഗൈർ, അബൂ ഉമൈറെ എന്തു പറ്റി, കുരുവി ചത്തുപോയോ? സാരല്ല. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സ്വഭാവം. ഇതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, പ്രവാചകരെ അങ്ങേയറ്റത്തെ സ്വഭാവത്തിന്റെ ഉടമയാണ് തങ്ങൾ, മഹോന്നതമായ സ്വഭാവത്തിന്റെ ഉടമയാണ് തങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ വാക്കാണ് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, പ്രവാചകരെ അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് അങ്ങ് സോഫ്റ്റ് ആയത്. വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക്, പ്രവാചകരെ താങ്കളെങ്ങാനും എടുത്തുചാട്ടക്കാരനും കാർക്കശ്യക്കാരനുമായിരുന്നെങ്കിൽ ഈ കണ്ട ജനങ്ങളൊക്കെ താങ്കളെ വിട്ടുപോകുമായിരുന്നു. പ്രവാചകരെ താങ്കളുടെ സ്വഭാവമാണ് താങ്കളുടെ വിജയമെന്ന് വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഇതാണ് ഒരു കുടുംബത്തിന്റെ വിജയം. കുടുംബത്തിൽ സോഫ്റ്റ് ആകാൻ, കുടുംബത്തിൽ ആളുകളെ പരിഗണിക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ള വലിയ പാഠമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകുന്നത്. അത് കൃത്യമായി നമ്മൾ പാലിക്കുകയും ആ വിഷയങ്ങളിൽ നമ്മൾ കൃത്യമായ ശ്രദ്ധ പുലർത്തുകയും കുടുംബാംഗങ്ങളെ ചേർത്തുപിടിക്കുകയും മക്കൾക്ക് നൽകേണ്ട ദീനീ വിദ്യാഭ്യാസം കൃത്യമായി കൊടുക്കുകയും ചെയ്യണം. ഒരൊറ്റ കാര്യം, 24 മണിക്കൂർ ഒരു ദിവസം, 24 മണിക്കൂറിൽ ഒരു ദിവസം നമ്മുടെ കുട്ടികൾക്ക് ദീനീ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ട് ഡെയിലി മദ്രസ ഇവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു 1.5-2 മണിക്കൂറായിരിക്കും. ബാക്കി 22 മണിക്കൂർ ആ കുട്ടി ആരിൽ നിന്നാണ് ദീന് പഠിക്കേണ്ടത്? നമ്മളിൽ നിന്നാണ് ദീന് പഠിക്കേണ്ടത്. 2 മണിക്കൂർ മദ്രസയുടെ ക്ലാസ്സിൽ ഇരുന്നു കൊണ്ട് കുട്ടി പഠിക്കുന്നത് എന്താണ്? കളവ് പറയരുത്, വഞ്ചിക്കരുത്, വാക്ക് പറഞ്ഞാൽ പാലിക്കണം, വൃത്തിയും വെടിപ്പും പാലിക്കണം, വൃത്തികേടുകൾ കാണരുത്, ആഭാസങ്ങൾ വീക്ഷിക്കരുത്, മോശത്തരങ്ങളുടെ കൂടെ നടക്കരുത്. ഇതൊക്കെ കുട്ടി പഠിക്കുന്നത്. 2 മണിക്കൂർ കഴിഞ്ഞ് കുട്ടി വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്നത് എന്താ? ഈ പറഞ്ഞത് നേരെ വിപരീതമാണ്. 2 മണിക്കൂർ മതത്തിന് പകരം 22 മണിക്കൂർ പൈശാചികതയാണ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആ കുട്ടി വഴി പിഴച്ചിട്ടല്ലേ അത്ഭുതമുള്ളൂ, പിഴച്ചിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. ആയത്തുൽ മുനാഫിഖി 3, കപട വിശ്വാസിയുടെ ലക്ഷണം 3 എണ്ണാണ്. ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കളവ് പറയും. ഇദാ തുമിന ഖാന, വിശ്വസിച്ചാൽ വഞ്ചിക്കും. വൈദാ വഅദ അഖ്ലഫ, വാഗ്ദത്തം നടത്തിയാൽ ലംഘിക്കും. കുട്ടി പഠിച്ചു, വീട്ടിലേക്ക് വരികയാണ്. സ്വാഭാവികമാണ് മക്കൾക്ക് നമ്മുടെ കൂടെ വരണമെന്നും താല്പര്യം ഉണ്ടാവും. വാഹനത്തിൽ വരണം, വണ്ടിയിൽ വാപ്പാൻ്റെ കൂടെ നടക്കണം എന്ന് പറയാം.
എനിക്ക് ഉപ്പ നിങ്ങളെ കൂടെ വരണം, പള്ളിക്ക് വരണം. ശരി, പോന്നോ, ഈ ഒരു പണി പോയിട്ട് ആ വസ്ത്രം മാറ്റി വാ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പുറത്ത് നിൽക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് കുട്ടി ഉള്ളിലേക്ക് പോയി എന്ന് കണ്ടാൽ ആ വണ്ടി എടുത്ത് നമ്മൾ ഇങ്ങനെ പോരുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കിക്കോളി, നമ്മുടെ കുട്ടിക്ക് നമ്മൾ ആദ്യം കൊടുക്കുന്ന വിദ്യാഭ്യാസം പറഞ്ഞാൽ വാക്ക് പാലിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അതുപോലും കുട്ടിയെ ബാധിക്കുമെന്ന തിരിച്ചറിവ് നമുക്ക് വേണം. അതുപോലും കുട്ടിയെ ബാധിക്കുമെന്ന തിരിച്ചറിവ് നമുക്ക് വേണം. വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നവനാണ് എൻ്റെ വാപ്പ. അതാണ് നമ്മൾ ഏറ്റവും ചെയ്യേണ്ടത്. നമ്മുടെ മക്കളുടെ റോൾ മോഡലാവുക നമ്മൾ. നമ്മുടെ മക്കൾക്ക് നമ്മളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അഭിമാനം തോന്നണം. എൻ്റെ ഉപ്പ വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നവനാണ്, കുടുംബങ്ങളിൽ മാന്യനാണ്, സമൂഹത്തിൽ മാന്യനാണ്, വാക്ക് പറഞ്ഞാൽ ലംഘിക്കൂല, കളവ് പറയൂല. എൻ്റെ ഉപ്പയെ ഉപ്പയാക്കിയത് മതമാണ്, എൻ്റെ ഉപ്പയെ ഉപ്പയാക്കിയത് അദ്ദേഹം വിശ്വസിക്കുന്ന ദീനാണ് എന്ന് നമ്മൾ ജീവിതത്തിലൂടെ തെളിയിച്ചു കൊടുത്താലേ നമ്മുടെ മക്കൾ എന്ത് കേട്ടാലും എവിടെ നിന്ന് കേട്ടാലും നമ്മൾ കൊടുത്ത ജീവിതം കൊണ്ടുള്ള പഠനവും നമ്മൾ കൊടുത്ത മതവും മതി നമ്മുടെ മക്കളെയും തലമുറയും സംരക്ഷിക്കാനും നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനവും സ്വസ്ഥതയും നൽകി അള്ളാഹു ശാന്തിയുള്ള ഭവനങ്ങളാക്കി മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും.